വീണ്ടും ഒരു നിമിഷം കൂടെ നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ കോപം കൊണ്ട് അതിൻ്റെ വെള്ളം വിരിച്ചു കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോവുകയില്ല. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങളുടെ 41ാമത് കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സീവൻ പർവ്വതം പോലെ നീ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ കാത്തു, തുടർന്ന് ഞങ്ങളെ കാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, കാദേശ് മരുവിനെ നടക്കുന്ന നിന്റെ വചനം ഈ ദിവസങ്ങളിൽ ഇവിടെ മുഴങ്ങുമ്പോൾ അത് മഹായിടവയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കൊണ്ട് ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവർ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു മാറ്റം വരുവാൻ, ഒരു പുതിയ ചലനത്തോടുകൂടെ ജീവിപ്പാൻ തക്കൊണ്ട് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യക്ഷൻ തിരുമേനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റ് മഹായിടവകയുടെ ചുമതലക്കാരായിട്ടുള്ള എല്ലാവർക്കായിട്ടും സ്തോത്രം കരയേറ്റുന്നു. ഞങ്ങളുടെ പട്ടത്ത സമൂഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ സുവിശേഷകന്മാരെയും മിഷണറിമാരെയും കടന്നു വന്നിട്ടുള്ള വിശ്വാസികളെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പാടുവാൻ നിന്റെ മക്കളെ നീ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ തേജസ്സിനാൽ നീ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകലിൽ നിങ്ങളോടുകൂടെ ചേർന്ന് ദൈവജനത്തിൻ്റെ ചുറ്റുമായി ഇരുപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. എന്നെ പ്രത്യേകമായി ഈ മീറ്റിങ്ങുകളിലേക്ക് ക്ഷണിച്ച അഭിവന്യ തിരുമേനിയോടും മറ്റ് ചുമതലക്കാരോടുമുള്ള എൻ്റെ വിനീതമായിട്ടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, യാക്കോബ് എങ്ങനെയാണ് ഈ ഒരു ആശംസ കൊടുത്തത്, അതായത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനമെന്ന്. പക്ഷേ ഇന്ന് പകലിൽ എനിക്കറിയാം ആ യാക്കോബ് പറഞ്ഞത് നമ്മളെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ യോഗത്തിനൊക്കെ വരുന്ന സമയത്ത് അവിടെ ഇവിടെ ചിതറിയിരുന്നാൽ പ്രസംഗിക്കുന്നവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം നമ്മൾ മുന്നോട്ട് കടന്നു വന്നു വേണം ഇരിക്കാനായിട്ട്. നമ്മൾ പുറകിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വിനയമുള്ളവരാണെന്ന് ആരും ചിലപ്പോൾ മറ്റുള്ളവർ കരുതുമായിരിക്കും, ദൈവം തമ്പുരാൻ കരുതത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ യോഗത്തിനിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു ചിന്തയിൽ കൂടെ വേണം കടന്നു വരുവാനായിട്ടുള്ളത്. നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നോട്ടീസുകളിലും മറ്റും ആയിട്ട് നമ്മുടെ കൈവശം കിട്ടിയിട്ടുള്ളതുമാണ്. ആത്മാവിൽ ആരാധന, അത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകമായ ദൈവപ്രസാദമെന്നുള്ള ഒരു ചിന്താവിഷയമാണ് എടുത്തിട്ടുള്ളത്. ആ ചിന്താവിഷയത്തെ അധികരിച്ചുകൊണ്ട് എൻ്റെ അറിവിലുള്ള ചില കാര്യങ്ങൾ നമ്മളൊന്നിച്ച് പങ്കിടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ ചിന്താവിഷയം എടുത്തിട്ടുള്ളത്. എന്നാൽ അതിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പായിട്ട് ഒരു വാക്യം വായിക്കാനായിട്ടാണ്, ഒന്നിലധികം വാക്യങ്ങൾ വായിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആധാരമായിട്ട് സങ്കീർത്തനങ്ങൾ 45-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നു, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമൃദ്ധനായ ലേഖൻ്റെ എഴുത്തുപോലാകുന്നു, ലാവണ്യം നിൻ്റെ അതിരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. ഈ സങ്കീർത്തനം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇത് ആദ്യത്തെ 10 വാക്യങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ മണവാളൻ്റെ വീട്ടിൽ വിവാഹത്തിൻ്റെ തലേ ദിവസം വായിക്കും. അവസാനത്തേത് അല്ലയോ കുമാരി കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്കുക, സ്വന്തം ജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്കുക എന്നൊക്കെ പറയുന്നത് മണവാട്ടിയുടെ വീട്ടിലായിരിക്കും. അത്താഴസദ്യയ്ക്ക് മുമ്പായിട്ട് വായിക്കും. ഈ പ്രദേശത്തെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. നമ്മുടെ ചിന്താവിഷയത്തോട് ചേർന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് കോരഹപുത്രന്മാരാണ്. കോരഹിനെയും കോരഹിനോട് ചേർന്നിട്ടുള്ളവരെയും നമുക്കറിയാം. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ നേതൃത്വ നിരയോട് വളരെ ശക്തമായി എതിർക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കോരഹിനെ നമ്മൾ കാണുന്നത്. കോരഹ് എന്താണ് പറയുന്നത്? മതി സഭയൊട്ടൊഴിയാതെ വിശുദ്ധരാണ്. അവരിത് പറയുന്നതിന് ന്യായമായ കാരണങ്ങളുണ്ട്. അവർ പറഞ്ഞു, സഭ വിശുദ്ധരല്ലായിരുന്നുവെങ്കിൽ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും കൂടെ ഈ ദൈവം ഞങ്ങളെ നടത്തുമായിരുന്നോ?
അതുപോലെ തന്നെ ഞങ്ങൾ വിശുദ്ധരല്ലായിരുന്നെന്ന് വരികിൽ സ്വർഗീയ ആഹാരമായിട്ടുള്ള മന്ന കൊണ്ട് ദൈവം ഞങ്ങളെ പോഷിപ്പിക്കുമായിരുന്നോ? അപ്പോൾ സഭ വിശുദ്ധരാ, നിങ്ങൾ കുറച്ച് അധികാരം, നിങ്ങൾ ഏതാണ്ട് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. ഈ തെറ്റാണെന്ന് ഈ സംസാരങ്ങളും അവരുടേതായിട്ടുള്ള മോശമായിട്ടുള്ള ഭാഷയും കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദാസനായിട്ടുള്ള മോശയും അഹരോനും ദൈവത്തിൻ്റെ സന്നിധിയിൽ കവിണ് വീണു. സംഖ്യാപുസ്തകം 16-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ അകത്തെ ഏറ്റവും വലിയ ഒരു സംഭവമാണ്, ഒരു ചൂണ്ടുപലകയാണ് ഇവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എന്താണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? ഒരു ദൈവത്തിൻ്റെ ദാസൻ വാസ്തവമായിട്ട് കവിണ് വീണാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ദൈവദാസൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കവിണ് വീഴുമ്പോൾ അവിടെ സംഭവിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇപ്രകാരമാണുള്ളത്. അകാരണം ദൈവം അവന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുകയാണ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ പ്രതിസന്ധികളും വേദനകളും യാതനകളുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് കവിണ് വീണ് കഴിഞ്ഞാൽ അവിടെ ഒരു ഉത്തരം നൽകുന്ന ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. 68-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവത്തിന് മഹത്വം. അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകത്തക്ക രീതിയിൽ ഒരു ദൈവവൈതലെ നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല എന്ന് വളരെ ശക്തമായി നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ് കോരഹിൻ്റെതായിട്ടുള്ള ജീവിതത്തിൻ്റെ അവസ്ഥ. പക്ഷേ ദൈവം ഈ കവിണ് വീണ ദൈവദാസന്മാരെ കളഞ്ഞില്ല. അതായത് നമ്മൾ മനസ്സിലാക്കണം, പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ദൈവം തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ഒരു ദൈവമല്ല എന്നുള്ളത് അത് വളരെ ചന്തമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കളുടെ കണ്ണുനീരിനെ നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ നിലവിളി ആകാശത്തോളം എത്തി, ദൈവം അതറിഞ്ഞു. ഇന്ന് പകലിലും വാസ്തവമായി കരയുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ണിൻ്റെ നിലവിളി ആകാശത്തോളം എത്തുമെന്ന് വരികിൽ ദൈവം അറിയും. ദൈവം അതിനു വേണ്ടിയിട്ട് ഒരു ഉത്തരം നൽകും. ദൈവം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയോട് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, ഊഴവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ സങ്കടങ്ങളെ അറിയുന്നു. ഇന്ന് പകലിൽ സങ്കടത്തോടുകൂടെ നടന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ, രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിക്കുന്നവരുണ്ടെങ്കിൽ, അവരുടെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് വീഴാതെ വണ്ണം കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നടത്താൻ കഴിവും ശക്തിയുമുള്ള ഒരു ദൈവമുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവും ലോകത്തിന്റെ രക്ഷിതാവുമായ നസ്രയനാകുന്ന യേശു, അവൻ മാത്രമാണ്. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യമാണ്, കോരഹിനോടും അവനോടുകൂടെ ചേർന്നിട്ടുള്ള സകലതിനെയും ഭൂമി വാവിളർന്ന് വിഴുങ്ങി. സംഖ്യാപുസ്തകം 16-ാം അധ്യായം കൊണ്ട് നമ്മൾ വായന അവസാനിപ്പിച്ചിരുന്നെന്ന് വരികിൽ തീർച്ചയായിട്ടും ബാക്കി കാര്യം കോരഹിൻ്റെ മക്കളും അവനോടുകൂടെ ചേർന്നിട്ടുള്ള എല്ലാവരും അങ്ങനെ മരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു സെന്റൻസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മാത്രം മരിച്ചില്ല. എങ്ങനെയാണ് അവർ മരിക്കാതിരുന്നത്? അവർ കോരഹിനോട് ചേർന്നിട്ടില്ല. ദൈവം പറഞ്ഞു, കോരഹിനോട് ചേർന്നിട്ടുള്ള സകലത്തെയും. കോരഹിൻ്റെ പുത്രന്മാർ ഇവരോട് ചേർന്നില്ല. ചേരാതെ അവരെന്താ ചെയ്തത്? അവരെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ കടന്നു എന്ന് വിളിച്ചു. ദൈവത്തിൻ്റെ യാഗപീഠത്തിന് 4 കൊമ്പുകളുണ്ട്. അവിടെയാണ് യാഗപശുവിനെ കൊണ്ടു കെട്ടുന്നത്. യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കൊണ്ടു കെട്ടുവാൻ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇവിടെ കണ്ടെത്തുന്നത് എന്തറിയാമോ? ഈ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ അവർ പിടിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഏതിനും തയ്യാറാണ്, നിനക്ക് ഞങ്ങളെ യാഗം കഴിക്കണോ? അതല്ലെന്ന് വരികിൽ ഞങ്ങളെ മരുഭൂമിയിൽ അസസേൽ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങളെ മരുഭൂമിയിലേക്ക് തള്ളിക്കളയണോ? ഈ മൊറേവിയൻ ചർച്ച് ഉണ്ട്. നമ്മുടെയൊക്കെ സഭയേക്കാൾ ഒരുപാട് പുരാതനമായ ഒരു സഭയാണ് മൊറേവിയൻ ചർച്ച്. ആ ചർച്ചിൻ്റെ എംബളം ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിലാണ്. അതിൻ്റെ നടുക്ക് ഒരു കാള നിൽപ്പുണ്ട്. ഒരു വശത്ത് ഒരു നുകമാണ്, മറുവശത്ത് യാഗപീഠമാണ്.
ഈ കാളയുടെ അടിയിൽ ഒരു ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ട്, ഞാൻ ഏതിനും തയ്യാറാണ്. എൻ്റെ യജമാനൻ ഒരു നുഖത്തിൻ്റെ കീഴിൽ എന്നെ ബന്ധിച്ച് ഉഴുവാനായിട്ടാണോ വിടുന്നത്? ഞാൻ തയ്യാറാണ്. അതല്ല, എന്നെ യാഗമായി, എന്നെ കൊന്ന് യാഗമായിട്ട് അർപ്പിക്കണോ? അതിനും ഞാൻ തയ്യാറാണ്. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് തന്നെത്താൻ സമർപ്പിച്ചു കൊടുക്കുന്ന അനുഭവം. കോരപുത്രന്മാർ അപ്രകാരം സമർപ്പിച്ചു. ദൈവം അവരെ കൊന്നില്ല. ദൈവം അവർക്കൊരു ശുശ്രൂഷ കൊടുത്തു. ആ യാഗപീഠത്തിൻ്റെ മെച്ചം അവർ കണ്ടു. 84-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്ന സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ യഹോവയെ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ എൻ്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകലിൽ ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ അവസ്ഥയിൽ കൂടെ കടന്നു വന്നിട്ടുണ്ടെന്ന് വരികിലും നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ശക്തീകരിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് താങ്ങുമെന്ന് പറഞ്ഞു നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഉന്നതനായിട്ടുള്ള ദൈവം, ആ ദൈവപുത്രന്റെ മുഖത്തേക്ക് ആരാണോ നോക്കുന്നത് അവർ ഒരിക്കൽ പോലും ലജ്ജിച്ചു പോയിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രത്യേകിച്ച് ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ ഏത് മീറ്റിങ്ങുകളുടെ ഉള്ളിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഹെൻറി ബേക്കർ ജൂനിയറിനെ കുറിച്ച് സ്മരിക്കാറുണ്ട്. സ്മരിക്കുക തന്നെ വേണം. കാരണം ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന ദൈവദാസന്മാരെ ഓർക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്നാൽ കുറച്ചുകൂടെ നമ്മൾ പുറകോട്ടൊന്ന് കടന്നു വന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് യോർക്ക്ഷയറിൽ 1799 യോർക്ക്ഷയറിൽ ഒരു വ്യക്തി ജീവിച്ചിരുന്നു. അദ്ദേഹം വലിയ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. കപ്പൽ വ്യാപാരം, കപ്പലിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും അദ്ദേഹം കൊടുക്കുമായിരുന്നു. അദ്ദേഹം വലിയ ഉന്നതനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒറ്റ മകനാണ് ഉണ്ടായിരുന്നത്. റോബർട്ട് വിൽബർഫോഴ്സ് എന്ന് പറയുന്ന ഈ വലിയ ബിസിനസ്സുകാരന് ഒരു മകനെ ഉണ്ടായിരുന്നു. ഈ ഒരു മകൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ വില്യം എന്നുള്ള പേരിലാണ് വിളിച്ചത്. പക്ഷേ ഈ ഒരു മകൻ വില്യം, അവൻ ജനിച്ചപ്പോൾ തന്നെ ഒരു വളരെ കൃശഗാത്രനായിട്ടുള്ള ഒരു കുഞ്ഞാണ്. എത്ര നല്ല ഭക്ഷണം കൊടുത്താലും, എന്ത് ഭക്ഷണം കൊടുക്കാനും അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ എത്ര നല്ല ഭക്ഷണം കൊടുത്താലും ഈ കുഞ്ഞ് അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ വളർച്ചയൊന്നുമില്ല. പിന്നെ കണ്ണിനാണെങ്കിൽ തീരെ കാഴ്ചക്കുറവുമാണ്. പരിമിതമായ കാഴ്ചശക്തിയുള്ള ഒരു കുഞ്ഞ്. ഒടുവിൽ അദ്ദേഹം ഏതാണ്ട് ഈ മകൻ്റെ റോബർട്ട് വിൽബർഫോഴ്സ് മകൻ 6 വയസ്സുള്ളപ്പോൾ മരിച്ചു. അപ്പോൾ ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വില്യമിൻ്റെ അമ്മ ഒരു രോഗിയായി തീർന്നു. പിന്നീട് ഇദ്ദേഹത്തെ വളർത്തിയത് ഒരു അങ്കിളും ആൻറ്റിയും കൂടെയാണ്. ഈ ആൻറ്റിയുടെ പേര് അന്ന എന്നാണ്. അന്ന അവരോട് പറഞ്ഞു, മോനെ, കാഴ്ചശക്തി ഇല്ലെങ്കിലും കാഴ്ച ചേർന്ന ഒരു ദൈവമുണ്ട്. വേദപുസ്തകം പറയുന്നുണ്ട്, പിറവിയിലെ കുരുടനായവർ സൗഖ്യം കൊടുത്തിയ ഒരു യേശു കർത്താവിന്, നീ ആ കർത്താവിനെ കാണും. ഈ മകൻ, വലിയ സമ്പന്നനായിട്ടുള്ള മകൻ, ഈ വേദപുസ്തകം ഈ ആൻറ്റി വായിച്ചു കൊടുക്കാൻ തുടങ്ങി. അവൻ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വില്യം വിൽബർഫോഴ്സിൻ്റെ കാഴ്ചശക്തി അദ്ദേഹത്തിന് മടക്കി കിട്ടി. അദ്ദേഹം തൻ്റെ സമ്പത്ത് കൊണ്ട് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കുമായിരുന്നു. അവർ പറഞ്ഞു, ഇവിടെ പല പാർട്ടികളുണ്ട്, ആ പാർട്ടികളൊക്കെ വന്ന് ഇലക്ഷൻ നിൽക്കും, അവർ ജയിക്കും, ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് വില്യം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കണം. അങ്ങനെ അവിടുത്തെ ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും എതിർത്തുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് വില്യം വിൽബർഫോഴ്സ് അദ്ദേഹം ജനപ്രതിനിധി സഭയിലെ ഒരു MP ആയി ഇംഗ്ലണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇംഗ്ലണ്ടിലെ ആ സമയത്തുണ്ടായിരുന്ന അടിമത്തം നിരോധിച്ചത് ഈ വില്യം വിൽബർഫോഴ്സിൻ്റെ പ്രയത്നഫലമാണ്. അതായത് ഗാനയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഒരു ആണ്ടിൽ 35,000 മുതൽ 50,000 പേരെ വരെ അടിമകളായിട്ട് കൊണ്ടുവന്നിരുന്നു. അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്തത് വില്യം വിൽബർഫോഴ്സ് MP ആയിട്ടിരിക്കുമ്പോഴാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കത്ത് കിട്ടുന്നത്. ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ചാപ്ലൈനായിട്ട് ക്ലോഡിയസ് ബ്യൂക്കാനൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ വന്നു. അദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു അംഗമാണ്.
അദ്ദേഹം അതിൻ്റെ നിമിത്തമാണ് ഇവിടെ ആദ്യമായി മലയാള ഭാഷയിലേക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയത്. റംബാൻ ബൈബിൾ അതൊക്കെ പരിഭാഷപ്പെടുത്തിയത് ക്ലോഡിയസ് ബുഖാൻ്റെ നിമിത്തമാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇന്ത്യയിലേക്ക് വന്ന് ബ്രിട്ടീഷുകാർ കച്ചവടം നടത്തുന്നു, പക്ഷേ ഈ ലോകത്തേക്കാൾ വിലയുള്ള ആത്മാക്കളെ കുറിച്ച് അവർക്കൊരു ഭാരമില്ല. ഇവിടെ സുവിശേഷം അറിയിക്കരുതെന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു MP ആണല്ലോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണല്ലോ. വിൽബർഫോഴ്സേ, നിങ്ങൾ ഇതിനെതിരായിട്ട് ഇവിടെ ഈ ഇംഗ്ലണ്ടിൻ്റെ നിയമസഭയിൽ ഹൗസ് ഓഫ് കോമൺസിൽ നിങ്ങൾ ശബ്ദം ഉയർത്തണമെന്ന് പറഞ്ഞു. വിൽബർഫോഴ്സ് അതിന് തയ്യാറെടുത്തു. പക്ഷേ വിൽബർഫോഴ്സിനറിയാം ഒരു മനുഷ്യൻ തന്നെ പറ്റത്തില്ലല്ലോ. അദ്ദേഹം അതിന് എല്ലാവരെയും ആൻഡ്രൂസ് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സത്രത്തിൽ അദ്ദേഹം അവരെ വിളിച്ചു കൂട്ടി. 25 പേര് കൂടി എല്ലാം കൂടെ അവരൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടന ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് ചർച്ച് ഓഫ് മിഷണറി, അതായത് CMS, പിന്നെ ചർച്ച് മിഷൻ സൊസൈറ്റി ആയി. ആദ്യം ചർച്ച് മിഷണറി സൊസൈറ്റി ആയിരുന്നു, അത് പിന്നീടാണ് CMS ആയിട്ട് രൂപാന്തരപ്പെട്ടത്. അദ്ദേഹം ആ അവരെ കൂട്ടിവരുത്തി പ്രവർത്തനത്തിന് വേണ്ടി രാജാവിൻ്റെ അടുത്തും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ് വില്യം പിറ്റ് എന്ന് പറയുന്ന അന്നത്തെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയോടുമൊക്കെ വിൽബർഫോഴ്സ് ആവശ്യപ്പെട്ടു, ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് അനുവാദം തരണം. പക്ഷേ ആർക്കും ഇതിനോട് താല്പര്യമില്ല. കാരണം നഷ്ടപ്പെടുന്ന ആത്മാക്കളെ ചൊല്ലിയുള്ള ഒരു ഭാരം അവർക്കില്ല. അവർക്ക് ഭാരമുണ്ടായിരുന്നെങ്കിൽ ഇരമ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് പോലുള്ള അനുഭവം ഉണ്ടായിരുന്നേനെ. എന്താ അവിടെ നമ്മൾ വായിക്കുന്നത്? ഇരമ്യാ പ്രവാചകൻ പറഞ്ഞു, അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രരുടെ നികിതന്മാർ നിമിത്തം കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരിൻ്റെ ഉറവുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്നലെ രാത്രിയിലത്തെ മീറ്റിങ്ങിൽ അഭിവന്യ തിരുമേനി പറഞ്ഞു, നമുക്ക് ഇന്ന സ്ഥലത്തൊരു വേലയുണ്ട്, അവിടെ പ്രവർത്തിക്കുന്നതിന് അത്യാവശ്യമായിട്ടൊരു വാഹനം വേണം. അപ്പോൾ KG ഡാനിയൽ തിരുമേനി അതിന് ഇത്ര രൂപ നൽകി. അതിന് മറ്റുള്ള മിഷൻ ഫണ്ടിൽ നിന്ന് എടുത്തു. ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ആ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇടം കൈയും വലം കൈയും അറിയാത്ത ആയിരക്കണക്കിന് ആൾക്കാർ ഈ വടക്കേ ഇന്ത്യയിൽ കിടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാടുണ്ട്, ഒത്തിരി സമ്പത്ത് നമുക്കുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ ആത്മാവിനെ അതിനെ ദൈവം നമ്മളോട് ചോദിക്കും. കാരണം സുവിശേഷത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട ഒരു മഹാ ഇടവകയാണ് ഈ ഈസ്റ്റ് കേരള ഡയോസിസ് എന്ന് വരികിൽ നമ്മൾ സുവിശേഷം അറിയിച്ചേ മതിയാകത്തുള്ളൂ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ലേലും ഒന്നും കുഴപ്പമില്ല. വളരെ ശക്തമായി ഈ 2024 എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നന്മയല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത ഒരു ദൈവം, ആ ദൈവത്തെ നമ്മൾ കണ്ടെത്തിയതാണ്, രുചിച്ചറിഞ്ഞതാണ്. വിൽബർഫോഴ്സ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഏതായാലും ഒരു MP എന്നുള്ള രീതിയിൽ ബ്രിട്ടനിലെ പാർലമെൻറ്റിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പോവുക. കുറച്ചേറെ സമയം ഞാൻ സംസാരിക്കും, പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ അവിടെ ഒരു സംഭവം നടക്കും. അങ്ങനെ നടന്ന അദ്ദേഹം 8 മണിക്കൂർ നേരം ഈ പാർലമെൻറ്റിൽ പ്രസംഗിച്ചു. അവസാനം വില്യം പിറ്റ് എഴുന്നേറ്റ് പ്രധാനമന്ത്രി പറഞ്ഞു, ഇങ്ങനെയാണ് സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമെന്ന് വരികിൽ ഗവൺമെൻറ് അതിനെ അംഗീകരിക്കുന്നു. പ്രതിപക്ഷം പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കുന്നു. യുനാനിമസായി ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് അനുവാദം കിട്ടി. ആരാണ് ഇതിന് അനുവാദം വാങ്ങിച്ച മനുഷ്യൻ? ആ മനുഷ്യൻ ഒരു രോഗിയായിരുന്നു. അദ്ദേഹത്തെ കാഴ്ചശക്തി ഇല്ലാതെയായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കാഴ്ചശക്തി ഇല്ലാതായത്? ദൈവം രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും അങ്ങനെ വിചാരിച്ചേക്കാം, എനിക്ക് കഴിവില്ലെന്ന്. പക്ഷേ നിന്നെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് വരികിൽ അവനതിനെ പണിയും. കുശവൻ്റെ കയ്യിലെ ഒരു കളിമണ്ണ് പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏത് ജീവിതത്തിനും വേണ്ടുന്ന നന്മകൾ പ്രദാനം ചെയ്യുന്ന ഉന്നതനായ ദൈവം, മാറത്ത് വൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശമായ പാദത്തോടു കൂടിയവൻ, അഗ്നിയാള കണ്ണുകളോടുകൂടിയവൻ, ഇന്ന് പകലിൽ ഈ പന്തലിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ നിർവ്യാജാരികളായിരിക്കുകയല്ല. ആ ദൈവത്തിന് സകല മഹത്വവും കൊടുക്കുവാൻ, ആ ദൈവത്തെ ആരാധിക്കുവാൻ, ആ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ഭവനത്തെയും നമ്മളെ തന്നെയും ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. പോരാ, ഈ കൊച്ചുചേട്ടനൊക്കെ പണ്ട് ചാടി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. ഇപ്പം എന്നെ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, ഈ എൻ്റെ ഭാഷയിൽ പറഞ്ഞ തടിയേലെ വെടി പോലെ നിൽക്കണം. അധികം ദിവസങ്ങളൊന്നും കിട്ടിയെന്ന് വരത്തൊന്നുമില്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയത് ആ ദിവസങ്ങളിൽ അവിടെ മൂലേടം എന്ന് പറയുന്ന കോട്ടയത്തെ കൺവെൻഷനാണ്. ഒരാൾ എന്നോട് ചോദിച്ചു, ഈ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ കുഴപ്പമില്ലേ? ഞാൻ പറഞ്ഞു കുഴപ്പമാണ്. എന്നെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു, എൻ്റെ ശ്വാസകോശത്തിൻ്റെ 41% മരിച്ചുപോയി. അതുകൊണ്ട് ഇനിയും സംസാരിക്കരുത്, അധികം ഇനിയും പ്രസംഗിക്കരുത്. ഈ മരിച്ചതൊന്നും ഇനിയും തിരിച്ചു കിട്ടത്തില്ല. ഇനി ഉള്ളതെങ്കിലും നേരെ നിന്ന് പോകാൻ സാധനം വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അവർ കുറച്ചേറെ ഉപദേശം പറഞ്ഞു. എല്ലാം ഞാൻ തലകുലുക്കി കേട്ടു. ഞാനത് കഴിഞ്ഞേച്ച് ഞാൻ ചോദിച്ചു, ഒരു പെൺകുട്ടിയാണ് ഈ ഡോക്ടർ, എൻ്റെ മകളുടെയൊക്കെ പ്രായമേ ഉള്ളൂ. എൻ്റെ മകളുടെ ജസ്റ്റ് സീനിയറായിട്ടാണ് മെഡിക്കൽ കോളേജിൽ ഇവള് പഠിച്ചിരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാനിങ്ങനെ അങ്ങ് മിണ്ടാതിരിക്കുക, ഒരു പേപ്പറൊക്കെ എടുത്ത് പോക്കറ്റിലിടാം, എന്നിട്ട് അത് ഇങ്ങനെ കുറിച്ച് ഞാൻ കാണിക്കാം. ചായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനിങ്ങനെ കാണിക്കാം ചായ, അല്ലെങ്കിൽ എനിക്ക് കിടക്കണം, ഇങ്ങനെ കാണിക്കാം. അത്രയൊന്നും വേണ്ട, ചെറുതായിട്ട് സംസാരിക്കാം. ഞാൻ ചോദിച്ചു, അങ്ങനെ സംസാരിച്ചാൽ എത്ര വർഷം കൂടെ കിട്ടും, എത്ര കൊല്ലം കൂടെ കിട്ടും? അവൾ പറഞ്ഞു, അതെങ്ങനെ അപ്പച്ചാ പറയുന്നേ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു മൈക്ക് തന്നാൽ ഞാൻ പ്രസംഗിക്കും. കാരണം ചാകുന്നേ ചാകട്ടെ, ഏതായാലും മിണ്ടാതിരുന്നാലും ചത്തുപോകും, പിന്നെ സംസാരിച്ചിട്ട് ചാകരുതോ? അപ്പോൾ അവിടെ ഞാനവരോട് പറഞ്ഞു, എവിടെ വിളിച്ച് എത്ര വയ്യായെന്നുണ്ടെങ്കിലും ഞാൻ പോകും. കാരണം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പുറമേ ഉള്ള മനുഷ്യന് ക്ഷീണമുണ്ടെങ്കിലും അകമേ ഉള്ള മനുഷ്യൻ ദിനംപ്രതി ബലപ്പെട്ടു വരണം. അതുകൊണ്ട് ഈസ്റ്റ് കേരള സഭ മഹായുടെ വക അതിൻ്റെതായിട്ടുള്ള ശക്തിയോടും അതിൻ്റെ ബലത്തോടും കൂടെ ആയിത്തീരണം. ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് ഞാനത് എടുത്തു പറയേണ്ട കാര്യാദികളൊന്നുമില്ല. അതായത് ഈ മഹായുടെ വകയുടെ 18ാമത്തെ കൺവെൻഷൻ മുതൽ ഞാൻ ഇതിൻ്റെ അകത്ത് പങ്കുകൊള്ളുന്നുണ്ട്. അങ്ങ് മേളിൽ നമ്മുടെ കത്തീഡ്രലിൻ്റെ അവിടെ മുതലുള്ള കൺവെൻഷൻ, എനിക്ക് ഓരോ കൺവെൻഷനുകളുടെ ആ കാലഘട്ടങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെ അകത്ത് എൻ്റെ ശരീരത്തോട് ഇന്നും രോമാഞ്ചം വരും. പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, ജോസഫ് മാത്യു അച്ഛൻ, അതുപോലെ തന്നെ സാറാമ്മ ഡേവിസ്, അങ്ങനെയുള്ള ഒത്തിരി സഹോദരങ്ങൾ, അവരെല്ലാം കൂടെ ഒരുമിച്ച് കത്തീഡ്രലിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രസംഗിക്കാൻ കയറി നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ വായ ഒരു പ്രത്യേക ശബ്ദത്തോടാണ് വരുന്നത്. ഞാൻ ഈ കൂട്ടത്തിലൊക്കെ നോക്കി KS ഡാനിയേൽ അച്ഛനെ ഒരുപാട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ. ഞാൻ മറ്റുള്ള അച്ഛന്മാരൊന്നും പേരെടുത്ത് പറഞ്ഞാൽ അതിനുള്ള സമയമേ ഉള്ളല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ, പ്രിയ സഹോദരങ്ങളെ, കോരപുത്രന്മാരുടെ ജീവിതത്തിൻ്റെ അകത്ത് അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. അവർക്കൊരു പ്രത്യേകമായ കാര്യം, 42-ാം സങ്കീർത്തനം കോരപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ അവർ പറഞ്ഞു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ പറഞ്ഞേ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ്. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ എപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും? ഒരു കൂട്ടം ആൾക്കാർ അപ്പുറത്തു നിന്ന് ചോദിച്ചു, നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യം എന്നോട് പറയുന്നത് കൊണ്ട് രാവും പകലും കണ്ണുനീരൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. അവർ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഇന്ന് പകലിൽ ഭാരത്തോട്, മക്കളെ കുറിച്ചുള്ള ഭാരത്തോട്, തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച്, സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ വേദനകളെക്കുറിച്ചൊക്കെ കരഞ്ഞു വന്നിട്ടുള്ളവരോട് ഞാൻ വളരെ ശക്തമായിട്ട് പറയട്ടെ, എൻ്റെ ആത്മാവേ, വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഇന്ന് പകലിൽ നിങ്ങൾ ദൈവത്തിങ്കൽ പ്രത്യാശ വെക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ലഭിക്കാത്ത ഒരു പുത്തൻ അനുഭവം, പുതിയൊരു ചൈതന്യം, പുതിയൊരു കൃപ. ഹല്ലേലൂയ. ദൈവമക്കൾ വാങ്ങിച്ചാൽ കൊടുക്കണമെന്നേ. വാങ്ങിച്ചാൽ കൊടുക്കാത്ത ആരാ? ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. ഞാൻ ഈ കണ്ടക്ഷോഭമൊക്കെ ചെയ്യുമ്പോൾ മിണ്ടാതെ എങ്ങനെ ആയിരിക്കുന്നത് ഞാൻ ഓർക്കാറുണ്ട്. നമ്മുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ആരാധനക്രമം തക്സയൊക്കെ ഉണ്ടാക്കിയവർ എത്ര ദീർഘവീക്ഷണമുള്ളവരായിരുന്നു. അവരാ തക്സായിക്കകത്ത് എഴുതി, നമ്മൾ തുടങ്ങുന്നത് എന്താ?
കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ. നമ്മൾ എന്തു പറയും? എന്നാൽ ഞങ്ങളുടെ വായ നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. പക്ഷേ നമുക്ക് ഇപ്പോഴും മിണ്ടാട്ടമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ വായ തുറന്നിട്ടില്ല എന്നാണ്. നമ്മുടെ വാ തുറന്നിട്ടില്ല. തുറന്നെന്ന് വരികിൽ നമ്മൾ ഈ ദൈവത്തെ സ്തുതിക്കും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ട്. പോകട്ടെ, ഞാൻ മുന്നോട്ട് കടന്നു വരാം. ഈ കോരകൂത്തന്മാർ അങ്ങനെ എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങൾ എല്ലാം അനുഗ്രഹത്തിൻ്റെ സങ്കീർത്തനങ്ങളാണ്. അതിൽ 45-ാം സങ്കീർത്തനം പരിശുദ്ധാത്മാവങ്ങ് കവിഞ്ഞൊഴുകുക. അവർ പറയുക, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, നല്ലതേ വരത്തുള്ളൂ. ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിൻ്റെ മകന് വണ്ടിയും കൊണ്ട് പോകുന്നിടത്ത് പറയും, എടാ വണ്ടി ഇടിക്കും, നീ കൊണ്ടുപോകരുത്. എല്ലാം നെഗറ്റീവാണ്. ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഒരു മുട്ടയെ എടുത്ത് വെച്ചെന്ന് പറയും, മുട്ട തിന്നരുത്, കൊളസ്ട്രോൾ ഉണ്ടാകും, പിന്നെ എന്നാ വേണം? അപ്പോൾ എല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇവിടെ കോരപുത്രന്മാർ പറയുക, ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെന്നേ. ഞങ്ങളുടെ അപ്പൻ മരിച്ചുപോയി, ലോകം മുഴുവൻ ഇങ്ങനെ ദൈവത്തോട് എതിർത്ത് ഭൂമി വാവിളർന്ന് വിഴുങ്ങിയവൻ്റെ സന്തതിയാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞ എല്ലാവരും ഞങ്ങളെ പരിഹസിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയം എന്താണ്? ശുഭവചനത്താൽ കവിയുക. അതിൻ്റെ കാരണമുണ്ട്. എന്തെന്നറിയാമോ? ഞങ്ങൾ ഈ ദൈവത്തെ കണ്ടു. അവൻ്റെ യാഗപീഠത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള അവിടെ കെരൂബുകളിന്മേൽ അധിവസിക്കുന്ന ദൈവം, അവൻ്റെ മഹത്വത്തെ ഞങ്ങൾ കണ്ടെത്താനായിട്ട് സാധിച്ചു. ആ ദൈവത്തിൻ്റെ എഴുന്നള്ളത്തി ഞങ്ങൾ കണ്ടു. 68-ാം സങ്കീർത്തനം 24 മുതലുള്ള വാക്യങ്ങളിൽ കോരപുത്രന്മാർ പറയുക എന്താണ്? ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ ഇന്ന് പകലിൽ ഈ ദൈവത്തിൻ്റെ മഹത്വം ഉള്ള എഴുന്നള്ളത്ത് നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിരങ്ങൾ തുറന്ന് നമ്മൾ ഈ ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ഒരു സുവിശേഷകനായിരുന്നു ജോർജ് പീറ്റർ. അദ്ദേഹം ഇവിടെങ്ങുമല്ല പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചിറ്റൂര. ആദ്യം കൊല്ലങ്കോട്ടായിരുന്നു. കൊല്ലങ്കോട്ട് നിന്ന് ചിറ്റൂരേക്ക് വന്നു. അവിടെ ക്രിസ്തീയ വിശ്വാസികൾ ആരുമില്ല. അദ്ദേഹം ഒരുപാട് ഉപദ്രവേറ്റു. അദ്ദേഹത്തെ എന്ത് ചെയ്തെന്നറിയാമോ? എതിരാളികൾ പറഞ്ഞു, ജോർജ് പീറ്റർ മരിച്ചുപോയി. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ടോ? ഒരാൾ ജീവനോടിരിക്കുമ്പോൾ മരിച്ചെന്ന്. നമ്മൾ പി ടി തോമസിനെ അടക്കിയവരാ. ഹൈറേഞ്ചുകാരെ സംബന്ധിച്ച് നമുക്കറിയാം. അന്ന് പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഒരു 1-2 ശവപ്പെട്ടി പി ടി തോമസ് MLA പേരിൽ ഇവിടെ ഉണ്ടാക്കി അദ്ദേഹത്തെ അടക്കി. ഇത് എത്ര പി ടിയുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, നമ്മുടെ ഫ്രാൻസിസ് തിരുമേനിയുടെ ഇതിന് വേണ്ടിയിട്ട് വന്നപ്പോൾ, കോൺസിക്രിയേഷൻ വന്നപ്പോൾ പി ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉള്ളിലിങ്ങനെ വേദന തിങ്ങുക, ജീവനോടിരിക്കുന്ന എന്നെ ശവമടക്കിയെന്ന് പറയുന്ന അവസരം. ജോർജ് പീറ്ററിന് വലിയ അനുഭവം ഉണ്ടായി. ജോർജ് പീറ്റർ ഈ വലിയ പ്രയാസത്തോടുകൂടെ മുന്നോട്ട് നിന്ന് കഴിഞ്ഞു. അദ്ദേഹം ട്രാക്റ്റുകളൊക്കെ കൊണ്ട് നടന്നു ഇങ്ങനെ കൊടുത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയാൻ നോക്കത്തൊന്നുമില്ല, ഒരു തെയ്യത്തിൻ്റെ തറയാ ചിറ്റൂരിലുള്ള. ആ തറയിലൊരു ആലൊക്കെ ഉണ്ട്. അതിൻ്റെ ചുവട്ടിൽ ആൾക്കാർ വന്നിരിക്കും. ഇദ്ദേഹവും ക്ഷീണിതനായിട്ട് അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യും. കർത്താവിൽ ഇന്നും എൻ്റെ ആശ്രയം, കർത്തൃവേലയാണ് എൻ്റെ ആ ജീവിതം എന്ന് പറഞ്ഞു വെച്ച് അതിൻ്റെ അനുപല്ലവി എത്ര മനോഹരമാണെന്നറിയാമോ? ആ അനുപല്ലവിയിൽ അദ്ദേഹം പാടി, ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ലിടയൻ വേറെയിൽ ഊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. എൻ്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കോരപുത്രന്മാർ പറയുക, ഞങ്ങളുടെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എങ്ങനെയായി ശുഭവചനത്താൽ കവിയേണ്ടത്? ഞാൻ ഇതിൻ്റെ ആരാധനയുടെ വിഷയത്തിൽ നമ്മുടെ ഭാഗത്തേക്ക് കടന്നു വരിക. എല്ലാവരും പറയും ആരാധിക്കണം. എനിക്ക് ഈ അസുഖമായി കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ ഒത്തിരി പേര് വരാറുണ്ട്. ചിലർ വന്നിട്ട് പറയും, ഇത് മാറണമെന്നുണ്ടെങ്കിൽ അങ്ങ് ആരാധിക്കണം.
അപ്പം ഞാൻ ചോദിക്കുക, എങ്ങനെ ഈ ആരാധന? എങ്ങനെ ഈ ആരാധന? അവർക്ക് അതിന് മറുപടിയൊന്നുമില്ല. എങ്ങനെ ആരാധിക്കേണ്ടി? കയറി വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇരുന്ന് കരങ്ങൾ ഉയർത്തി കഴിയുമ്പോൾ ഞാനും കൈ ഉയർത്തി പറയുകയോ എന്തെങ്കിലും ഉണ്ടാക്കാം. അത് ആരവാരമാണ്. യായൂറോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ യേശു കർത്താവ് ചെല്ലുമ്പോൾ ആരവാരം ഉണ്ടാക്കുന്നവരുണ്ട്. വെറുതെ ശബ്ദം ഉണ്ടാക്കുക, അതല്ല ആരാധന. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ് മലയാള ഭാഷാന്തരങ്ങളുടെ ഉള്ളിൽ ആദ്യമായിട്ട് ആരാധന എന്നുള്ള ഒരു പദം വരുന്നത്. ഏനോശിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. അതിന് ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന എന്തെന്നറിയാമോ? ജസ്റ്റ് എ കോൾ അപ്പോൺ, ഒരു വിളിച്ചപേക്ഷയാണ്. ആരാധന എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ഒരു അധ്യായം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായമാണ്. 22-ാം അധ്യായത്തിൽ ആരാധനയുടെ ഒരു പൂർണ്ണമായ ചിത്രം നമ്മളവിടെ കണ്ടെത്തും. അവിടെ ദൈവം അബ്രാഹാമിനെ വിളിച്ചു. ഒരു ദർശനം പ്രാപിച്ചവനെ ആരാധനയ്ക്ക് ഇറങ്ങാവും. സ്തോത്രം. ഒരു ദർശനം പ്രാപിക്കണം. എല്ലാവരും പോകുന്നത് കൊണ്ട് നമ്മളും പോവുക എന്നുള്ളതല്ല, ഒരു ദർശനം പ്രാപിക്കണം. ദർശനമില്ലെങ്കിൽ എന്താ നടക്കുന്നത്? നമുക്കറിയാം, ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 3-ാം അധ്യായം, 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. മറ്റൊന്ന്, ദർശനമേറെയില്ലായിരുന്നു. ദർശനമില്ലാത്തടത്ത് പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശമൂവേൽ ബാലന്റെ സ്ഥിതി എന്താ? 1 ശമൂവേൽ 3:7 അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ നോക്കണം, സങ്കടകരമായ ഒരു പ്രസ്താവന. ദൈവത്തിൻ്റെ ആലയത്തിലെ സപ്തശാഖിയായ വിളക്ക് അത് കെടുത്താൻ ഒരു വ്യവസ്ഥയുമില്ല. പക്ഷെ ഇന്ന് ലാഭത്തിന് നമ്മളതങ്ങ് കെടുത്തുക. ലാഭത്തിനങ്ങ് കെടുത്തി. വിളക്ക് കെട്ടുന്നതിന് മുമ്പ് വേണേ പോയി കിടന്നോണം. പക്ഷേ ശമൂവേൽ ബാലന്, അവൻ യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷകനാണ്, അനുസരണമുള്ളവനാണ്, ഞാൻ സമ്മതിക്കുന്നു. അവൻ്റെ അമ്മ മുലകുടി മാറിയപ്പോഴേ ആലയത്തിലേക്ക് കൊണ്ടുകൊടുത്തതാണ്. എല്ലാം നല്ല കാര്യം. പക്ഷേ ശമൂവേലേ, ഇവിടെ ആരാധിക്കുന്ന ദൈവത്തെ നിനക്ക് വാസ്തവമായിട്ട് കണ്ടെത്താൻ സാധിക്കുമോ? മഹായിടവകേ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ പ്രിയനെ കാണാൻ എനിക്കധികം കൊതികയുണ്ട് എന്ന് പാടിയ മനുവേൽ ഉപദേശിയുടെ പിൻഗാമികളെ, നിങ്ങൾക്ക് യേശുവിനെ കാണുവാൻ സാധിച്ചിട്ടുണ്ടോ? ആ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് പകലിലൊന്ന് മടങ്ങി വരാം. ഈ കാൽവറിയുടെ അടുത്തേക്ക് തൻ്റെ ചങ്കിലെ ചോര ഊറ്റിയ ഉന്നതനായ ഈ ദൈവപുത്രന്റെ അടുത്തേക്ക്, ഹല്ലേലൂയ, നിങ്ങൾ ചലിക്കണം. നിങ്ങൾ ഈ ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി വരണം. പണ്ടത്തെ നാളുകളെ ഓർക്കണം. എൻ്റെ കർത്താവേ, നിന്റെ അത്യന്ത ശക്തി ഈ മഹായിടവകയിൽ ഒന്ന് വ്യാപരിക്കണം. ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും അപ്പുറമായി ആത്മശക്തിയിൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണേ. ഹല്ലേലൂയ. എല്ലാവരും വാ തുറന്നൊരു സ്തോത്രം പറയുന്നേ. മകയുടെ ഏതായാലും ഉച്ചയ്ക്കത്തെ ശാപ്പാടുണ്ട് ഇല്ലേ? പിന്നെ ദൈവത്തെ സ്തുതിക്കുന്നതിന് തന്നെ ഇത്ര മടി? എത്ര ആണ് നല്ല ശാപ്പാടായോ? ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ എത്രയോ പ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് ശാപ്പാടിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിച്ച കേൾക്കാത്ത ദൈവമാണോ? നമ്മുടെ മൂലമറ്റത്തെ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത്. എൻ്റെ കണ്ണിന് എത്ര കാഴ്ച പോരാ ഇല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന മൂലമറ്റത്തെ അച്ഛൻ, പേര് ഞാൻ ഓർക്കുന്നില്ല, പള്ളിയൊക്കെ പണിത അച്ഛനല്ലേ അവിടെ ഇരിക്കുന്നത് അല്ലേ? മൂലമറ്റത്ത് നമുക്ക് പള്ളി പണിയാൻ സാധിക്കുമെന്ന് ആരും പറഞ്ഞില്ല. KCBക്കാർ പറഞ്ഞു പണിയാൻ പറ്റത്തില്ല. ഈ ദൈവദാസൻ അവിടെ ചെന്നു. അദ്ദേഹം മാത്രമല്ല, അവിടുത്തെ വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പള്ളിയുടെ കൂദാശയ്ക്കൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. മനോഹരമായിട്ടുള്ള ഒരു ആലയം. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ഹൃദയം അതിൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ വാടിപ്പോയിട്ടുണ്ടെങ്കിൽ, നീ ഒരു ദർശനം പ്രാപിച്ച വ്യക്തിത്വമാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടിയിട്ട് വൻകാര്യങ്ങളെ കാണിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു ദർശനമുണ്ട്.
ആ ദർശനം പ്രാപിക്കണം. ദർശനം പ്രാപിച്ചില്ലെങ്കിൽ ദൈവത്തെ പോലും അറിയത്തില്ല. വെറുതെ പോകാം, വെറുതെ ചെന്ന് കഴിഞ്ഞിട്ട് പോരാ. അങ്ങനെ പണ്ട് അമ്പാടൻ പോയതുപോലെ. അമ്പാടനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ടോ? അമ്പാടൻ എന്താ പറഞ്ഞത്? അമ്പാടൻ്റെ അപ്പൻ പറഞ്ഞടാ ആലപ്പുഴയ്ക്ക് പോകണം. അമ്പാടനെ കാണാനില്ല. അമ്പാടൻ്റെ അപ്പന് ഇന്നത്തേതുപോലെ വാട്സപ്പ് മെസ്സേജ് ഒന്നും കൊടുക്കാൻ കാലമില്ലാഞ്ഞുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ മകൻ അമ്പാടനെ കാണാനില്ല. 3-ന്റെ അന്ന് അമ്പാടൻ തിരിച്ചു വന്നു. അമ്പാടൻ്റെ ചെവിക്ക് പിടിച്ച ഒരു കിഴുക്കൊക്കെ കിഴുക്കിയിട്ട് അപ്പൻ ചോദിച്ചു, എവിടെ ആയിരുന്നടാ നീ? പറയാതെ എന്താ പോയത്? എൻ്റെ കുഴപ്പമാണോ? അപ്പനല്ലേ എന്നോട് പറഞ്ഞു ആലപ്പുഴയ്ക്ക് പോകാൻ. എന്തിനാണ് ആലപ്പുഴയ്ക്ക് പോകാൻ? അപ്പൻ പറഞ്ഞു പോയി. ഇതുപോലെ പോകുന്ന, ആരാധനയ്ക്ക് പോകുന്ന ഒരു കൂട്ടമല്ല നമ്മൾ. നമുക്കൊരു ദർശനം വേണം. നമുക്ക് ഈ ദൈവത്തെ കാണണം. ഞാൻ ആരെ വിളിച്ചപേക്ഷിക്കുന്നു എന്ന് എനിക്കറിയാം. അവൻ എൻ്റെ ഉപനിധി, അവൻ എന്നെ അന്ത്യത്തോളം കാപ്പാൻ ശക്തനെന്ന് പൗലോസിനോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ക്ഷീണങ്ങൾ വരാം, നിരാശകൾ വരാം. പൗലോസ് അപ്പോസ്തലൻ റോമൻ സഭയ്ക്ക് എഴുതുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 20-21 മുതലുള്ള വാക്യങ്ങളിൽ അവൻ ദൈവത്തോട് പറയുന്നത് ഇങ്ങനെയാണ്: അയ്യോ, ഞാൻ ഒരരിഷ്ട മനുഷ്യൻ, എൻ്റെ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ശരീരത്തെ ആര് വിടുവിക്കും? എനിക്ക് ആരാ വിടുതൽ നൽകുന്നത്? തൊട്ടുതാഴിയായി പൗലോസ് പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ സകല പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും മാറ്റി നമ്മളെ വഴി നടത്തുന്ന ഉന്നതനായിട്ടുള്ള ഈ ദൈവത്തെ, എൻ്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് നമ്മൾ കണ്ടെത്തണം. ഇവിടെ പാടുന്ന കുഞ്ഞുങ്ങൾ അതുപോലെ ശക്തിയോടെ പാടണം. ദൈവകൃപയുടെ സാക്ഷികളായി തീരണം. നമ്മൾ വിളിച്ചു വേർതിരിപ്പിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. എവിടെ നിന്ന്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരാണ്. എന്തിനു വേണ്ടി? അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പോ ദർശനം പ്രാപിച്ചവനോട് ദൈവം പറഞ്ഞു, വിലയേറിയതിനെ നീ നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് തരണം. വിലയേറിയതിനെ ദൈവത്തിന് സമർപ്പിക്കുക. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയത് എൻ്റെ മകൻ ഇസാക്ക്. വിലയേറിയതൊന്നിനെ ദൈവത്തിന് കൊടുക്കാൻ സാധിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ആട്ടിടയന്മാർ വന്നു, അവരവരുടെ നിക്ഷേപങ്ങളെ കൊടുത്തു. പൊന്നും മൂരും കുതിരൊക്കെ ആരും നിക്ഷേപമാണ്. നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? വിലയേറിയതിനെ ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ സാധിക്കുമോ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പഴയ പരിചയക്കാരനെ കണ്ടു. അദ്ദേഹത്തിന് ഒരു പിടി രോഗമുണ്ട്. എനിക്ക് എൻ്റെ കാലിനുള്ള പ്രയാസമേ ഉള്ളൂ. അപ്പോൾ ഒരു പിടി രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളെയൊക്കെ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ എല്ലാം കൂടി എന്തായി കാണും? അദ്ദേഹം എന്നെ ഇങ്ങനെ കാണിച്ചു. 1 കോടി രൂപ, 10 കൊല്ലത്തെ ചികിത്സയ്ക്ക് 1 കോടി രൂപ ചെലവായിരുന്നു. വിലയേറിയതാണോ? ഞാൻ പറഞ്ഞു, ഈ രോഗം കർത്താവിൻ്റെ കയ്യിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമോ? അയാളും വീൽ ചെയറില്ല, ഞാനും വീൽ ചെയറില്ല. ആ പുള്ളി അയാളുടെ ബൈസ്റ്റാൻഡറോട് പറഞ്ഞു, ഉരുട്ടാൻ പറഞ്ഞു. പുള്ളിക്ക് അതൊരു കളിയാക്കൽ പോലാണ് തോന്നിയത്. നമ്മളിതിപ്പോൾ നമ്മുടെ സ്വന്തമാക്കി വെച്ചേക്കുക. നമ്മൾ കൊടുക്കത്തില്ല, ഇതൊന്നും നമ്മുടെ സമ്പത്ത് കൊടുക്കത്തില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, മനസ്സ് വെച്ചാൽ നമുക്ക് എത്ര ഫീൽഡ് സന്ധിക്കാൻ സാധിക്കും? ഞാൻ കൂടി വരുന്ന സഭ 140 വീട്ടുകാരെ ഉണ്ട്. അപ്പോൾ അവരെന്നോട് പ്രത്യേകം ഈ കൺവെൻഷൻ എല്ലാ ആശംസയും പറഞ്ഞാൽ വിട്ടത്. അവിടുത്തെ വികാരിയച്ഛൻ യേശുദാസ് വി ജോർജ് അച്ഛൻ പ്രത്യേകം എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അവിടെയും ഈ കൺവെൻഷന് വേണ്ടി സെൻറ്റ് സ്റ്റീവൻസ് സഭയും പ്രാർത്ഥിച്ചു, കൊറ്റനാട് സഭ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഈ 140 പേരുള്ള ഈ സഭ ഈ ബിലായിൽ ഈ മധ്യ കേരള ഡയോസിസിന് ഒരു വേലസ്ഥലമുണ്ട്. വേലസ്ഥലം നല്ല വേലസ്ഥലമൊന്നും അല്ല. ഒരുമാതിരിപ്പെട്ട പട്ടക്കാരും അവിടെ പോകത്തില്ല. അവിടെ വലിയൊരു കുളമുണ്ട്. ആ കുളത്തിലാണ് പോത്തിനെ എരുമയും കുളിപ്പിക്കുന്നത്. അവരുടെ ആ ഗ്രാമത്തിലുള്ള വിസർജ്യ വസ്തുക്കൾ മുഴുവൻ അവിടേക്കാണ് വരുന്നത്, ഇതിൻ്റെ അകത്തേക്കാണ് വരുന്നത്.
ഈ പാവപ്പെട്ട ദൈവദാസൻ അല്ല വിലയേറിയ ദൈവദാസൻ കുടിക്കുന്ന വെള്ളം ഇതിൻ്റെ അകത്തേത്. വേറെ മാർഗമൊന്നുമില്ല. അവിടെ 42 ഗ്രാമങ്ങളിൽ വേല നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം 6 സുവിശേഷ വേലക്കാർ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിന് മഹായിടവകയെ ഒരു വിധത്തിൽ പോലും പ്രയാസപ്പെടുത്തുന്നില്ല. കൊറ്റനാട് സഭയാണ് ഇതിനുള്ള തുക കണ്ടെത്തുന്നത്. വലിയ സമ്പന്നരൊന്നുമല്ല കേട്ടോ, വലിയ സമ്പന്നരൊന്നുമല്ല. പക്ഷേ കൊടുക്കുന്നതിൻ്റെ അകത്തെ ഒരു പ്രത്യേകത ദൈവം തന്നതാ, ദൈവം തന്നതാ. അല്ലാതുള്ളത് എന്തുണ്ട് നമ്മുടെ കൈവശം? അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുക്കണം. അത് ഒരു 100 രൂപ നമുക്ക് പിന്നെയും കിടക്കുകയല്ലേ. പോയിട്ട് ഒരു MRI സ്കാനിങ് നടത്തണമെന്ന് പറഞ്ഞാൽ 11,000 പകരം 12,000 എന്ന് പറഞ്ഞാൽ കൊടുക്കുകയല്ലേ സാറേ? എന്തുകൊണ്ട് ഈ വേലക്കാരെ നമ്മൾ മറന്നുപോകുന്നു? എന്തുകൊണ്ട് ഈ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ ചൊല്ലി നമുക്ക് ഭാരമില്ലാതായി പോകുന്നു? അതിൻ്റെ കാരണം വിലയേറിയതിനെ സമർപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം പ്രിയ അച്ഛൻ പ്രസംഗിച്ചതുപോലെ എന്തെന്നറിയാമോ, ഞാൻ ചിലത് കൊടുക്കാൻ പറഞ്ഞു കഴിയുന്ന ഉടനെ അവൻ ധനവാനാകൊണ്ട് അവൻ എന്തു ചെയ്തു? അവൻ പോവുക, തിരിച്ചു പോവുക. ഇതൊന്നും കൊടുത്തിട്ട് കഴിയുന്ന ഒരവസരമല്ലോ. പക്ഷേ ഇതൊന്നും അന്ത്യയാത്രയിൽ ആരെങ്കിലും കൊണ്ടുപോകുമോ? അന്ത്യയാത്രയിൽ ആരെങ്കിലും കൊണ്ടുപോകുമോ? സിസ്റ്റർ മേരി ബെനിറ്റ് ഒരിക്കൽ ചോദിച്ചു, മനുഷ്യനെ അന്ത്യയാത്രയിൽ ഇത് കൊണ്ടുപോകുമോ? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സാമർഥ്യമറ്റ സോളമൻ തുടങ്ങിയ വൈജ്ഞാനികരും കാലചക്ര വിപ്രമത്തിൽ അമർന്നുപോയി. നമ്മൾ കഥയെന്ന് പറയേണ്ടു. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാമും പോയിടണം. പോയേ പറ്റത്തുള്ളൂ. വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാം. അതുകൊണ്ട് വിലയേറിയതിനെ നമുക്ക് സമർപ്പിക്കാം. എന്നേക്കുള്ള സകലതും എൻ്റെ കർത്താവിനുള്ളതാ. കർത്താവ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ഇതിനാൽ ഒന്ന് പരീക്ഷിപ്പീൻ. ഏതിനാൽ? നിങ്ങളുടെ ദശാംശങ്ങളെ കൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നതിൽ. ദൈവത്തിന് കൊടുക്കണം. പ്രാർത്ഥനയിൽ ഈ കഴിഞ്ഞ ഒരു ദിവസം എന്നെ കാണാൻ ഒരു പട്ടക്കാരൻ കടന്നു വന്നു. സാംജി കെ സാമച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്, മഹായിടവകയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ ക്ഷീണാവസ്ഥയൊക്കെ അറിഞ്ഞ് ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒന്ന് കണ്ടു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛാ, ഞാൻ ഈ 3 കൊല്ലം രോഗിയാണ്. എനിക്ക് നടക്കാൻ പ്രയാസമുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ കഷ്ടതയിലായത് എനിക്കൊരു ഗുണമായി. ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. ഈ ഓട്ടത്തിൻ്റെ അകത്ത് പോയി കഴിയുന്ന സന്ദർഭങ്ങളിൽ ഓർഫനേജിൻ്റെ ചുമതലയുള്ളത് കൊണ്ട് അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം സഞ്ചരിക്കുമ്പോൾ ഓൾഡ് ഏജ് ഹോമിലും ഒക്കെ ഉള്ള സഹോദരി സഹോദരന്മാർ പറഞ്ഞിട്ടുണ്ട്, ബാബു സാറേ ഒന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം. പക്ഷേ ഈ ഇത്രയും ദൂരം പോയിച്ച് തിരിച്ചു വന്ന് വീട്ടിൽ വരുമ്പോൾ എങ്ങനെയും ഒന്ന് കിടന്നാൽ മതി, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഒത്തിരി പേർക്ക് ഞാൻ കടക്കാരനായിരുന്നു, ഒരുപാട് പേർക്ക്. പക്ഷേ ഈ കഴിഞ്ഞ 3 വർഷം എൻ്റെ ആ കടബാധ്യത തീർന്നു. കടബാധ്യത തീർന്നു. എൻ്റെ മക്കൾ എനിക്കൊരു കസേരയൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അത് തന്നെ ഇരുന്ന് കഴിഞ്ഞ് ബട്ടൺ ഞെക്കിയാൽ മതി, കാലങ്ങ് കടന്നു പോവും. പുറകോട്ട് ചാരിന്ന് കിടക്കാം. ആ കിടപ്പിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ചാരിക്കടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പലരും എന്നെ, പണ്ട് ഞങ്ങൾ വിസ്മൃതിയിൽ അമർന്നു പോയവരെ എന്നെ വിളിക്കാറുണ്ട്, സാറേ ഞങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എൻ്റെ പ്രാർത്ഥന അവർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. വിലയേറിയതിനെ ദൈവത്തിന് സമർപ്പിക്കണം. നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിവുണ്ട്, സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ നിനക്ക് കഴിവുണ്ട്. പലപ്പോഴും വിളിച്ചതാ, അവിടെ എല്ലാം ഉഴപ്പി എന്ത് ചെയ്യുന്നറിയാമോ, മാറിപ്പോയി. ആരാധനയ്ക്കിടയിൽ പാഠഭാഗം വായിക്കാൻ നിനക്ക് കഴിവുണ്ട്, നീ അത് തള്ളിക്കളഞ്ഞു. ഒരു സഭാ ശുശ്രൂഷകനാകാൻ ദൈവം നിന്നെ വിളിച്ചതാ, നീ വേണ്ടാന്ന് വെച്ചതാ. നിന്റെ വിലയേറിയതിനെ ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണോ? അത് മാത്രമാണോ? ദൈവം അവനോട് പറഞ്ഞു, ഞാൻ പറയുന്ന സ്ഥാനത്ത് പോയി ആരാധന കഴിക്കണം. ഇതിന് പലർക്ക് സംശയമാണ്. ഞാൻ നിന്നോട് പറയുന്ന സ്ഥലത്താണ് പോയി ആരാധന കഴിക്കേണ്ടത്. നമ്മുടെ കൈവശമിരിക്കുന്ന വേദപുസ്തകം, ഈ കേരളത്തിൽ മുഴുവൻ മലയാളം ബൈബിൾ, കത്തോലിക്ക ബൈബിളിനെ തള്ളിക്കളഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, അതിനെ മാറ്റി നിർത്തുക. പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ വേദപുസ്തകം ഇത് മുഴുവൻ നമ്മൾ CSIക്കാർ കൊടുത്തതാണ്. ഇവിടെ ഒരു ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രിൻറ്റിങ്ങിനുള്ള സൗകര്യമൊന്നുമില്ല.
അദ്ദേഹം ഒരു പ്രസ് വരുത്തിയപ്പോൾ ചതുരത്തിലുള്ള അക്ഷരമാ അതിൻ്റെ കൂടെ വന്നത്. അത് വെച്ച് പ്രിന്റ് ചെയ്താൽ ആൾക്കാർക്കത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ കർത്തൃദാസൻ ഒരു അങ്ങനെ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് മലയാള അക്ഷരത്തിൻ്റെ അതെല്ലാം വാർത്തെടുത്തു. അങ്ങനെ പ്രിന്റ് ചെയ്ത് നമുക്ക് ബൈബിള് തന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കത്തീഡ്രലിൽ പോയപ്പോൾ പറഞ്ഞു, ഈ മനോഹരമായിട്ടുള്ള കത്തീഡ്രൽ കോട്ടയത്തേത് ബെഞ്ചമിൻ ബെയ്ലി പണിത് കൊടുത്തതാണ്. അദ്ദേഹമാണ് പണിയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അതായത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ വേദപുസ്തകം നമ്മുടെ കൈവശം കിട്ടി. ഇവിടേക്ക് നമുക്ക് അറിയാവുന്ന എത്രയോ ദൈവദാസന്മാർ കടന്നു വന്നു. അവർ മലയാള ഭാഷ പഠിച്ചു, അവർ മലയാളത്തിൽ നമ്മളോട് സംസാരിച്ചു. അവരെ ഒക്കെ ഉദ്യമിപ്പിച്ചത് എന്താ? ദൈവം പറയുന്ന സ്ഥാനത്തേക്ക് പോകാൻ അവർ തയ്യാറെടുത്തു. ആ ദൈവം പറയുന്ന സ്ഥലത്തേക്ക് ആരാണോ പോകാൻ തയ്യാറെടുത്തിട്ടുള്ളത് അവരെ വെറുതെ ദൈവം കളയത്തില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പകലിലൊന്ന് എഴുന്നേൽക്കാമോ? ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാമോ? ദൈവം പറയുന്ന സ്ഥാനത്തേക്ക് ഞാൻ തയ്യാറാണ് എന്ന് പറയുവാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആഴിയെന്നോർക്കാതെ ആഴമാരാതെ കൂടെ വരുന്ന ഒരു ദൈവമുണ്ട്. എം.ഇ. ചെറിയാൻ സാറിനെ നമുക്ക് ഇഷ്ടമാണ്. അദ്ദേഹം ഒരു ബ്രദറൻ സഭക്കാരനാണ്. അദ്ദേഹം കുമ്പനാട് ഉള്ള നോയൽ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ഒരു അധ്യാപകനായിരുന്നു. അവിടെ വെച്ച് ദൈവം ഒരു ദർശനം അദ്ദേഹത്തിന് കൊടുത്തു. എന്താണെന്നറിയാമോ? ഒരു ദർശനത്തിന് രണ്ട് ഭാഗം. ഒന്ന്, ഏലിയാവിൻ്റെ ദൈവം നിന്നെ പുലർത്തും, ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തേത്, ഞാൻ പറയുന്ന സ്ഥാനത്തേക്ക് ഞാൻ കാണിക്കാം, ആ സ്ഥാനത്തോട്ട് പോകാൻ പറഞ്ഞു. ഒരു ചിത്രമൊക്കെ കൊടുത്തു. അത് പിന്നീടാണ് തമിഴ്നാട്ടിലെ മധുരയാണെന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വാക്തത്വം, ഏലിയാവിൻ്റെ ദൈവം നിന്നെ പുലർത്തും. ഒരു രക്ഷയുമില്ല, ഒരു പൈസയില്ല. ഒറ്റ പൈസ മതിയെന്ന് ഒരു കാർഡ് വാങ്ങിക്കാൻ, ആ കാർഡ് പോസ്റ്റ് കാർഡ് വാങ്ങിക്കാൻ പൈസയില്ല. അദ്ദേഹം ഈ ദർശനം തെറ്റാണെന്നുള്ള രീതിയിൽ മടങ്ങിപ്പോരാൻ, ദൈവം പറഞ്ഞ സ്ഥാനത്ത് പോയിട്ട് മടങ്ങി വരാൻ ഇടയായി. എങ്ങനെയോ തൃശ്ശിനാപ്പള്ളി നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ അവിടെ പോയി. അവിടെ ഗൂൾഡ് എന്ന് പറയുന്ന ഒരു LMSൻ്റെ മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. എം.ഇ. ചെറിയാൻ സാറും ഈ ഗൂൾഡുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗൂൾഡ് എന്ന് പറയുന്ന മിഷണറിക്ക് ഒരു കാര്യം മനസ്സിലായി. എം.ഇ. ചെറിയാൻ സാർ എന്ത് ചെയ്യുക? പിന്മാറ്റത്തിലേക്ക് പോവുക. ഇയാൾ സുവിശേഷല വിട്ടിട്ട് തിരിച്ച് അധ്യാപകനാകാൻ പോകാൻ തുടങ്ങുക. ഉടനെ ഗൂൾഡ് പറഞ്ഞു, എൻ്റെ സാറേ, നിങ്ങളൊരു അധ്യാപകനായിരുന്നല്ലോ, നിങ്ങളോട് എനിക്ക് 1-2 ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളെ ആരാണ് ഈ മധുരയിലേക്ക് പറഞ്ഞു വിട്ടത്? ഉടനെ എം.ഇ. ചെറിയാൻ സാർ പറഞ്ഞു, അത് യേശു കർത്താവാണ്. ഒരു ദർശനം തന്നാ വിട്ടത്. മധുര എന്നെ കാണിച്ചു, ഏലിയാവിൻ്റെ ദൈവം നിന്നെ പുലർത്തുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഗൂൾഡിൻ്റെ ചോദ്യം ഇതാ, നിങ്ങൾക്ക് ഈ ദർശനം തന്ന യേശു ക്രിസ്തു ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മധുര കാണിച്ചു തന്നത് യേശുവാണെന്ന്. നിങ്ങൾ പറഞ്ഞല്ലോ ഏലിയാവിൻ്റെ ദൈവം നിന്നെ പുലർത്തുമെന്ന്. ആ യേശു നിങ്ങളോട് പറഞ്ഞെന്ന്. ആ യേശുവിന് ജീവനോടുണ്ടോ? എം.ഇ. ചെറിയാനെ, നിന്നെ ഇവിടേക്ക് ദർശനം തന്നു വിട്ട ഈ യേശുവിന് ജീവനോടുണ്ടോ അതോ മരിച്ചോ? എം.ഇ. ചെറിയാൻ സാർ നിലത്തിരുന്നു. ഒരു ഷോക്കടിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഒരു വലിയ എന്തുവാ പറയുന്നത്, അതിശക്തമായ ഒരു ഇലക്ട്രിക് പവർ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പാസ് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് ഒരു പാട്ട് പാടിക്കൊണ്ടാ. കലുഷതയകറ്റുവീൻ, കണ്ണുനീർ തുടപ്പീൻ, നമ്മുടെ ആത്മനാഥൻ ജീവിക്കവേ അലസത ഇനി ശരിയാമോ? ആ പാട്ട് പിന്നീട് പൂർത്തീകരിച്ച് നമ്മൾ പാടാറുണ്ട്. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. എല്ലാവരും കൈയടിച്ചിട്ട് പാടിക്കുകയും, ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളാത്മനാഥൻ പാടിടുവിൻ. ഉലകമകാന്മാരകിലരുമോ കല്ലറ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
കല്ലറയിൽ നമ്മേൽ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മേൽ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം പാടുവിൻ സോദരരേ. നമ്മേളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മേളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മേളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ദൈവം പറയുന്ന സ്ഥലത്ത് യാഗം കഴിക്കണം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ചെറിയാൻ പറഞ്ഞ സ്ഥാനത്ത് യാഗം കഴിക്കാൻ തയ്യാറായി. ഫലമെന്ന 430 പാട്ടുകൾ. അതായത് അനുഗ്രഹത്തിന് അധിപതിയെ മുതൽ എനിക്കൊണ്ടൊരു പുത്തൻ പാട്ട് പാടുവാൻ എന്ന് പറഞ്ഞ എല്ലാം ഹിറ്റ് സോങ്ങുകളാണ്. ഇന്ന് ജനിച്ചിട്ട് നാളെ മരിക്കുന്ന അകാല പ്രജകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല പാട്ടുകളും അങ്ങനെയാണ്. ചെറിയാൻ്റെ പാട്ടുകൾ അങ്ങനെ ആയിരുന്നില്ല. എന്തുകൊണ്ട്? ദൈവം പറഞ്ഞ സ്ഥാനത്ത് യാഗം കഴിക്കാൻ തയ്യാറായി. മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് കാണുന്നുണ്ട്, ബാല്യക്കാർ കൂടുണ്ട്. അവരോട് പറഞ്ഞ് നിങ്ങളിവിടെ ഇരുന്നോളാൻ പറഞ്ഞു. നിങ്ങളിവിടെ ഇരുന്നു. യാഗം കഴിക്കാൻ പോകുന്നവൻ വിശുദ്ധിയോടെ പോകണം. കാരണം എന്താ? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഞാൻ കർണാടകത്തിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ യോഗമൊക്കെ കഴിഞ്ഞു. താമസിക്കുന്ന ഭവനത്തിൽ ചെന്നു. അവിടുത്തെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, സാറിൻ്റെ പ്രസംഗം നല്ല പ്രസംഗമായിരുന്നു, എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം എന്നിട്ട് മുണ്ടഴിച്ചൊന്നു കൊടുത്തു. താഴേക്കൊരു പൊതി വീണു, ഒരു 5-6 ബീഡി നല്ലപോലെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇതും കൊണ്ടാണ് പോയിരിക്കുന്നത്. യോഗം കേട്ടോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് കൊടുത്തിട്ട് ആത്മാവിനൊരു തീ കൊടുക്കുക, അല്ലെന്ന് വരികിൽ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പോകുക. ഇതിപ്പോൾ നമുക്കറിയാം, പല പേരെയും പിടിക്കുന്നത് മദ്യത്തിൻ്റെ ആസക്തിയിൽ പോകുന്ന എത്രയോ പേരുണ്ട്. അതുപോലെ തന്നെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇന്ന് പകല് ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, അടുത്ത വർഷം എനിക്ക് വരാനുള്ള ആരോഗ്യം ഉണ്ടായെന്ന് വരത്തില്ല, എന്നെ ക്ഷണിച്ചില്ലെന്ന് വന്നേക്കാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ ചൊല്ലി ഭാരമില്ലാത്തവരെന്ന് വരികിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പകലിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താ നമ്മൾ കാണുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം? ബാല്യക്കാരെ വിട്ടു. അടുത്തതൊരു പ്രധാന ചോദ്യം. ആ ചോദ്യം ഇതാണ്. എൻ്റെ അടുത്ത് സമയമൊക്കെ നമ്മുടെ സെക്രട്ടറി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയുടെ പുറത്തൊന്നും ഇല്ലെങ്കിൽ അകത്ത് കാര്യമായിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്നെ വിടത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മത്തായിപ്പാറ ഇരിക്കുമ്പോൾ മുതലേ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് സമയത്ത് ഞാൻ നിർത്തും. അപ്പോൾ എന്തായാലും മുന്നോട്ട് വരട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത് എന്തെന്നറിയാമോ? ഒരു ചോദ്യം, കൂടെ വന്നവൻ്റെ ചോദ്യമാണ്. എന്താ ചോദ്യം? അപ്പ തീയുണ്ട്, വിറവുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? ചില ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് പോകും. ഒരിക്കലും ഒരു സൺഡേ സ്കൂൾ ക്യാമ്പിന് വടക്കൻ തിരുവിതാംകൂർ ഞാൻ ചെന്നപ്പോൾ ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 4 മുതലുള്ള വാക്യങ്ങൾ അവിടുത്തെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു. ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞത് ഇപ്രകാരം പറഞ്ഞു, ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് പോകും. അപ്പം കാണാതെ പോയത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലങ്കാരികമായിട്ടുള്ള ഒരു അപേക്ഷയിൽ ഞാൻ പറഞ്ഞു. അതിനെ ഇട്ടിരുന്ന ആലയുടെ ഒരു സൈഡിൽ ഒരു വലിയ അടച്ചു കെട്ടിയിട്ടില്ലായിരുന്നു, ആ വേലിയില്ലായിരുന്നു. അതിലൂടെ ഈ ആട് വെളിയിൽ പോയെന്ന് പറഞ്ഞു. അങ്ങനെ പ്രസംഗമൊക്കെ തീർന്നു. ഒരു കൊച്ചൻ പറഞ്ഞു, സാറേ, അവൻ കൈ ഉയർത്തി. ഞാൻ ചോദിച്ചു, എന്നാ മക്കളെ? അവൻ ചോദിച്ചു, ആ ആട് പോയ ആ വേലി ഇല്ലാത്തടമുണ്ടല്ലോ, അത് അടച്ചോ സാറേ? അത് അടച്ചോ? ഇന്നും ആടതിലെവിടെ ചാടിക്കൊണ്ടിരിക്കുക? അടച്ചോ? എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ, അതിലെ ഒരു വേലിയുടെ ഇടയിൽ കൂടെ ആട് പോകുന്നത് അടച്ചോ? ഇല്ലെങ്കിൽ ഇന്ന് പകല് നമുക്കത് അടയ്ക്കാം.
നമ്മുടെ ജീവിതത്തെ അതിനുവേണ്ടി രൂപാന്തരപ്പെടുത്താം. അത് പ്രത്യേകമായി നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്, സംശയമൊന്നുമില്ല. എന്താണ് അബ്രഹാമിന്റെ മറുപടി? ഗോഡ് വിൽ പ്രൊവൈഡ്. നിങ്ങൾ കരുതുന്നുണ്ടോ ദൈവം കരുതിക്കൊള്ളുമെന്നുള്ളത്? ഞാൻ ഒത്തിരി കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ സാറ് ജോമോൻ സാറും അദ്ദേഹത്തിൻ്റെ കൊച്ചമ്മയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചോദിച്ചാൽ അറിയാം, ഈ ഞങ്ങളാരോടും പിരിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. 403 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ വളർന്നു. ഞാൻ പറയാം, അതിൻ്റെ അകത്ത് ഉന്നത വിദ്യാഭ്യാസം MBBS മുതൽ ഇനി താഴോട്ടുള്ളവരുണ്ട്, BS നേഴ്സിങ്ങിനുള്ളവർ പോയിട്ടുള്ളവരുണ്ട്, പാസ്സായിട്ടുള്ളവരുണ്ട്, വിദേശത്തേക്ക് പോയിട്ടുള്ളവരുണ്ട്. ചിലരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ചിലരെന്നോട് ചോദിക്കും, എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഒറ്റ ഉത്തരം, ഗോഡ് വിൽ പ്രൊവൈഡ്. എനിക്കറിയാം ഈ ദൈവത്തെ, അവൻ തന്ന വാഗ്ദത്തത്തെ അറിയാം. ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, നീതിമാൻ വിശ്വാസത്താൽ തന്നെയാ ജീവിച്ചത്. ഒരു പൈസ കടമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവായ യേശു മാത്രമാണ്. നമ്മൾ കാണുന്നു, യാഗപീഠം പണിതു ഈ ദൈവം. അബ്രഹാം പണിതു. അവന് ആ യാഗപീഠം എങ്ങനെയാ പണിയേണ്ടത്? തേച്ച് മിനുക്കിയ കല്ലും കൊണ്ടൊന്നുമല്ല, തോട്ടിൽ നിന്നെടുത്ത ഒരു കാര്യങ്ങളും വരുത്താത്ത ഒരു കല്ല്. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്, എത്രയോ പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്. പണ്ടൊക്കെ ഈ ഈസ്റ്റ് കേരള ഡയോസിസിൽ ഒരു കൺവെൻഷൻ വന്നാൽ മേച്ചാലി ചെന്നൊരു പ്രസംഗം ചെയ്താൽ അത് മടക്കി പോക്കറ്റ് വെച്ചോണം. പിന്നെ ഈ മഹായിടവയിൽ ഒരിടത്തും പ്രസംഗിക്കാനൊക്കത്തില്ല. കാരണം മേച്ചാലി കാണും, കോലാനിക്കാർ കാണും, അതല്ലെന്ന് വരി മൂലമറ്റംകാർ കാണും, മറ്റുള്ള പലരും കാണും. അന്ന് നമ്മൾക്ക് ഒരു ചൂടുവാളയോദേശി ഉണ്ടായിരുന്നു. സകല സ്ഥലത്തിൽ ചെന്ന് കഴിഞ്ഞാലും അദ്ദേഹം മുമ്പിൽ കാണും. ഏത് ലോക്കൽ പാരീഷിൽ നടക്കുന്ന കൺവെൻഷനിലും അദ്ദേഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞിട്ട് നേരത്തെ പ്രസംഗിച്ചത് പ്രസംഗിക്കാൻ പറ്റുമോ? അപ്പോൾ മടക്കി വെക്കുകയേ ഉള്ളൂ ഗതി. ഇന്നത്തെ സ്ഥിതി എല്ലായിടത്തും പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ പറയട്ടെ, ഇവിടെ അപ്പോൾ കേട്ട കഥയാണ്. ഒരിക്കൽ ഒരു ആള് യേശു കർത്താവിനെ കുറിച്ചും ശിഷ്യന്മാരെ കുറിച്ചുമുള്ള പടങ്ങൾ വരയ്ക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു പെയിൻറ്റിങ്. അതിൽ അദ്ദേഹം പലരെ കണ്ടു. യേശുവിനെ വേണ്ടിയിട്ട് ഒരു ബാലനെ കണ്ടു. ആ ബാലൻ്റെ മുഖം വെച്ചിട്ട് അദ്ദേഹം ചിത്രം വരച്ചു. മറ്റു പലരുടേതും ഒക്കെ വരച്ചു. അവസാനം യൂദായുടേത് മാത്രം കിട്ടുന്നില്ല. അദ്ദേഹം ഒരുപാട് സ്ഥലത്തൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരുത്തനുണ്ട്, അവനെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം, നമുക്ക് പോയി കാണാം. ചെന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇവൻ കിടക്കുക. ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവൻ്റെ മുഖമെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പടം വരയ്ക്ക് ചിത്രകാരന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നീ നാളെ വരണം. ഈ ഇവനെ ചൂണ്ടിക്കാണിച്ച ആൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, അവൻ നാളെ നല്ലൊരു തെണ്ടൽ കിട്ടിയാൽ അവൻ ആ വഴിയൂടെ അങ്ങ് പോകും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അഡ്വാൻസ് കൊടുക്കും. അവന് ഒരു കുറച്ച് പൈസയൊക്കെ കൊടുത്തു. അവൻ അന്ന് ഒത്തിരി നാളായിട്ട് അവന് ഈ തെണ്ടുന്ന ഈ സ്ഥലത്തിൻ്റെ അടുത്തൊരു വലിയ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഈ താടിയും മുടിയും വെച്ചുകൊണ്ടൊന്നും ഇവിടെ കയറ്റി കഴിക്കത്തില്ല, നിൻ്റെ വസ്ത്രം കൊണ്ടൊന്നും ഇവിടെ കയറാനൊക്കത്തില്ല. അവൻ കയ്യിലുള്ള കാശ് കൊടുത്ത് താടി എടുത്തു, മുടിയെടുത്തു, നല്ല വസ്ത്രം ധരിച്ചു, ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം ഇവർ പറഞ്ഞ സ്ഥലത്ത് ചെന്നു. ചിത്രകാരൻ നോക്കി നിൽക്കുക, എന്തിയേ ഇവൻ വരാൻ വേണ്ടിയിട്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവനെ എഴുന്നേറ്റിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളല്ലേ എന്നോട് വരാൻ പറഞ്ഞത്, എത്ര നേരമായി ഞാൻ വന്നിരിക്കുന്നു. അവർ പറഞ്ഞു, നിന്നെയല്ല ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് വേറൊരുത്തനെയാണ്, അവന് താടിയുണ്ട്, മുടിയുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്, അവനെയാണ് വിളിച്ചത്. അവൻ പറയാം, ഞാൻ തന്നെയാണെന്ന്. കൈ കാശ് കിട്ടിയപ്പോൾ മാറ്റി. നിൻ്റെ ഉള്ള അവസ്ഥയാണ് ദൈവത്തിന് ആവശ്യം. നീ ആരാണോ, നീ പോളിഷൊന്നും ചെയ്യണ്ട, നീ വാക്യങ്ങൾ കൂടുതൽ പറഞ്ഞ് കർത്താവിനെ മനസ്സിലാക്കേണ്ട. കാരണം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമായത്. ആ വചനത്തിൻ്റെ അകത്തൂടെ പറയുന്നത്. ആ വചനം അനുസരിച്ച് നീ എന്ത് ചെയ്യണം? യാഗപീഠം പണിയണം. യാഗപീഠം അതിൻ്റെ വ്യവസ്ഥയനുസരിച്ച് തീർക്കണം. നമുക്കറിയാം, ഏലിയാവ് യാഗപീഠം പണിതപ്പോൾ അവൻ്റെ കൂടെ 10 ഗോത്രങ്ങളെ ഉള്ളൂ. പക്ഷേ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം 12 ഗോത്രങ്ങൾ കണ്ടാണ് പണിതത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിരോധമുള്ളവരോട്
നമുക്കെങ്ങനെയാണ് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പം കോവിഡ് വന്നപ്പോൾ ഞങ്ങളുടെ പള്ളിയിലൊക്കെ നല്ല സുഖമായി സാറേ. പണ്ട് ഇത് കൊടുക്കണമായിരുന്നു, കയ്യസൂരി, കൈ കൊണ്ടാണ് കൊടുക്കുന്നത്. ഇപ്പം മതിയല്ലോ, നമസ്തേ നമസ്തേ. അച്ഛൻ പറയും കയ്യസൂരിക്ക് പകരമായി നമുക്ക് പരസ്പരം കരങ്ങൾ കൂപ്പി വന്ദനം ചെയ്യാം. വന്ദനം ചെയ്യുന്ന നേരത്ത് മറ്റേ അല്ലെങ്കിൽ ചിലരങ്ങ് ഇറങ്ങിപ്പോവും. ചിലരുടെ കയ്യിൽ നിന്ന് ഈ സമാധാനം സ്വീകരിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്, അവൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ! അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ആരാധന എന്താണ്? ആരാധന വിലയേറിയതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. ആരാധന ദർശനം പ്രാപിച്ചവനുള്ളതാണ്. ദൈവം പറയുന്ന സ്ഥാനത്താണ് ആരാധന. അതുപോലെ തന്നെ ബാല്യക്കാരില്ലാത്തതാണ് ആരാധന. അത് ദൈവം നൽകുമെന്നുള്ള പ്രത്യാശയുള്ളവനാണ് ആരാധന നടത്തേണ്ടത്. യാഗപീഠത്തിന്മേൽ യാഗവസ്തുവിനെ വെക്കുന്നതാണ് ആരാധന. അവസാനം ജീവിതത്തിൻ്റെ അകത്ത് ലഭിക്കുന്നതാണ്. എന്താഗ്രഹിക്കുന്നുവോ അത് ലഭിക്കുന്നതാണ് ആരാധന. വാസ്തവമായി ഈ ആരാധന നമുക്ക് കണ്ടെത്താൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ഉന്നതനായിട്ടുള്ള ഒരു ദൈവം വേദപുസ്തകത്തിൽ നമുക്കറിയാം. ശീലോവിലെ ആലയത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ കണ്ണുനീരോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മഹാപുരോഹിതൻ ചോദിച്ച് ഏലി മഹാപുരോഹിതൻ ചോദിക്കുന്നു, നീ വീഞ്ഞു കുടിച്ചിട്ടല്ലേ വന്നു നിൽക്കുന്നത്? നിന്റെ ചുണ്ടനങ്ങുന്നത് അതുകൊണ്ടല്ലേ? പക്ഷേ ഹന്നായുടെ മറുപടി എന്താണ്? ഹന്ന പറയുന്നു, യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരിയത്രേ ചെയ്തത്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? പിന്നെ അവളുടെ മുഖം വാടിയില്ല. ഇന്ന് ഈ 5-ാം തീയതി പകൽക്കിലത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ വാടാത്ത മുഖമായി ഒരു പ്രത്യാശയോടുകൂടെ വീണ്ടും വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ നിനക്ക് സാധിക്കണമെന്ന് വരികിൽ നിന്റെ മനോവ്യസനം അതിനെ പകരണം കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. ഈ പകലിൽ ഹൃദയം ശുഭവചനത്താൽ നിറഞ്ഞു കവിയണം. ആ നിറഞ്ഞു കവിയലിൻ്റെ അനുഭവത്തിൽ നിന്നെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ കൺവെൻഷനുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു പ്രത്യേക അവസ്ഥയായി തീരണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം കോവിഡ് ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മഹായിടവകയിലാണെങ്കിൽ ആ കോവിഡിനെതിരായിട്ട് 50 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചത്. എല്ലാവർക്കും ഒരു മാസം 3 ഹോമിയോയുടെ ഗുളിക. അത് വികാരിയച്ഛന്മാരുടെ ജോലിയായിരുന്നു കൊണ്ടു കൊടുക്കാൻ, അല്ലേ? സഭാ ചുമതലയുള്ള മിഷണറിമാരുടെ ചുമതലയാണ്. ഞങ്ങളുടെ ആ വികാരിയച്ഛൻ ചാക്കോറീസച്ചൻ എല്ലാ മാസവും ഓരോ വീട്ടിലെ അംഗങ്ങളുടെ കണക്കെടുത്ത് അവരവരുടെ വീടുകളിലെ അച്ഛൻ തന്നെ കൊണ്ടു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഏതായാലും കോവിഡ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞങ്ങളുടെ പള്ളിയിൽ ആർക്കും വന്നില്ല. ഈ മരുന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ കോവിഡിനെ അകറ്റാൻ എന്ത് ചെയ്യണം? പാത്രം കൊട്ടിക്കോളാൻ പറഞ്ഞു. ചിലരൊക്കെ പാത്രം കൊട്ടി. വേറെ ചിലർ പറഞ്ഞു വിളക്ക് കത്തിച്ചോളാൻ പറഞ്ഞു. ചിലരൊക്കെ വിളക്ക് കത്തിച്ചു. കോവിഡ് മാറിയില്ല. ഇപ്പോൾ 1-ാമത്തെ വകഭേദം, 2-ാമത്തെ വകഭേദം, 3-ാമത്തേതും വന്നു. ഇനിയിപ്പോൾ മുഖം മൂടിയത് കൊണ്ട് കാര്യമില്ല. പണ്ട് കുഷ്ഠരോഗി മൂടുന്ന പോലെ മൂടി വെച്ച് അശുദ്ധൻ അശുദ്ധൻ എന്ന് പറയുന്നില്ലെന്നേ ഉള്ളായിരുന്നു. ഇത് മൂടിക്കൊണ്ടിങ്ങനെ നടക്കുകയായിരുന്നില്ല ഞാനും നിങ്ങളും. മറ്റേ കുഷ്ഠരോഗി പറയണോ അശുദ്ധനാന്ന് പറയണോ, ഇവിടെ നമ്മൾ പറയാതെ തന്നെ പറഞ്ഞുകൊണ്ടിങ്ങനെ പോകുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ കോവിഡ് മാറാൻ എന്താ മാർഗം? നിപ്പ മാറാൻ എന്താ മാർഗം? മാർഗം ഒന്നേ ഉള്ളൂ. യെരുശലേമിലെ ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ശലോമോനോട് പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥനയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആലയം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ആകാശത്തിൻ്റെ കിളിവാതിൽ അടയ്ക്കപ്പെടാം. ഭൗതിക സമ്പത്തുകൾ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ അനുഗ്രഹിക്കുന്നെന്ന് പറയുന്ന ആ വാതിലൊക്കെ അടയ്ക്കപ്പെടാം. 2, വെട്ടുക്കിളി വരാം. ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാകാം, ഇപ്പം ഭക്ഷണം എന്തോ കഴിക്കുന്നത്? നമ്മളൊക്കെ ഇന്ന് പലരും നെബൂഖദ്നേസർ രാജാവിൻ്റെ കൂട്ടാണ്. കാണാം, പക്ഷെ അനുഭവിക്കാൻ ഒക്കത്തില്ല. പുല്ല് തിന്നുകൊണ്ട് നടക്കുകയല്ലേ? വീട്ടിലത്തെ മോർച്ചറിക്കകത്ത് ഇഷ്ടം പോലെ ഭക്ഷണമാണ്. അതുകൊണ്ടിപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന വേണ്ട, അന്നത്തേക്കുള്ള ആഹാരം വേണമെന്നുള്ള പ്രാർത്ഥനയെ വേണ്ട, അല്ലേ? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അതിരാവിലെ തിരുസന്നിധി കൊച്ചുകുറു എന്ന് പറയുന്ന ദേവദാസൻ എഴുതിയ പാട്ടാണ്. വടക്കൻ തിരുവിതാംകൂറിൽ അദ്ദേഹമൊക്കെ കൂടിക്കൊണ്ട് വന്നത് കടമറ്റം പള്ളിയിലാണ്. ആ പള്ളിയിൽ പിന്നീടാണ് അവർ മർത്തോമയിലേക്കൊക്കെ മാറുന്നത്. ആ യാക്കോബ് പള്ളിയിലത്തെ ഒരു ഏരിയയിലുള്ള കൺവെൻഷൻ ഞാൻ കടന്നു ചെല്ലുമ്പോൾ
ഞാൻ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു മിടുക്കി കൊച്ചു പറഞ്ഞു, ഞങ്ങളുടെ വീടുകളിലൊന്നും ഇത് പാടാറില്ലെന്ന്. ഞങ്ങളുടെ വീടുകളിലൊന്നും അതിരാവിലെ തിരുസന്നിധിയിൽ നിന്നുള്ള പാട്ട് പാടാറില്ല. ഞാൻ ചോദിച്ചു, സഭ വിലക്ക് വല്ലതും കൽപ്പിച്ചിട്ടുണ്ട്? ഒരു വിലക്കുമില്ല. പിന്നെ എന്നാടി മോളെ അതിരാവിലെ തിരുസന്നിധിയിൽ നിന്നുള്ള പാട്ട് പാടുന്നതിനുള്ള കുഴപ്പമില്ല? വേദപുസ്തകം അനുസരിച്ച് അത് തെറ്റാണോ? അവളോർക്ക് തെറ്റൊന്നുമില്ല. പിന്നെ എന്താ പാടാത്തത്? അത് സാറേ, ഞങ്ങൾ ഈ സീരിയലും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെല്ലാവരും കിടക്കുമ്പോൾ 10-12 മണിയാവും. രാവിലെ എഴുന്നേൽക്കുന്ന നേരത്ത് 8 മണിയാവും. 8 മണിക്ക് തന്നെ അതിരാവിലെ പാടാനാ. അതുകൊണ്ട് ഞങ്ങളതങ്ങ് വേണ്ടാന്ന് വെച്ചു. ഇല്ലേ? നമ്മൾ ചിലത് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത് കാണണമല്ലോ, കണ്ണുനീരൊടുക്കണം, മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കണ്ട. പിന്നെ വേറെ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ളത് 8 മണിക്കുണ്ട്. ഞാൻ വെള്ളിയാഴ്ചയായി കഴിയുമ്പോൾ വലിയ പ്രയാസമാണ്. തിങ്കളാഴ്ച ബാക്കിയുള്ളൂ. അതുവരെ പ്രയാസമാണ്. കണ്ണു നെഞ്ചത്ത് ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് നടക്കുക. എന്തോ സംഭവിച്ചു, സുശീലയ്ക്ക് എന്നോ പറ്റി, രാഘവനോളെ വെടിവെച്ചോ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറി. ഇരമ്യാ പ്രവാചകൻ പറയുന്നത് എന്താ? 9-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഒരു പ്രാവശ്യം വാക്യം ആവർത്തിച്ചതാ, അയ്യോ എൻ്റെ ജനത്തിൻ്റെ പുത്രരുടെ നികിതന്മാർ നിമിത്തം ഞാൻ കരയേണ്ടതിന് എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണുനീരിൻ്റെ ഉറവുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ കേരള മഹായിടവകയിലെ കുഞ്ഞുങ്ങൾ മുതൽ മുകളിലോട്ടുള്ളവർ വരെ സകലരും നികിതന്മാർക്ക് വേണ്ടി കരയുന്നവരായി മാറണം. ഈ കൺവെൻഷനിൽ ആരാധനയുടെ ശക്തി ഉൾക്കൊള്ളണം. അത് ദൈവപ്രസാദമാണെന്നുകൊണ്ട് ദൈവം എന്നാൽ പടക്കൂട്ടത്തിൻ്റെ നേരെ ഞങ്ങൾ പാഞ്ഞു ചെല്ലുമെന്ന് ധൈര്യത്തോട് പറയുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്തെന്നറിയാമോ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കടന്നു വരേണ്ടതായിട്ടുള്ള കാര്യം, നമുക്ക് ഈ ദൈവത്തെ ഒന്ന് ആരാധിക്കണം. നമുക്ക് ഈ ദൈവത്തെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്നത് മാത്രമല്ല ആരാധന. ജീവിതത്തിൻ്റെ അകത്ത് 56-ാം സങ്കീർത്തനം നമുക്കറിയാമല്ലോ. ദാവീദ് അതിനകത്ത് പറഞ്ഞു, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീരിനെ നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അത് നിൻ്റെ പുസ്തകത്തിൽ. ഇതെങ്ങനെയാണ് ദാവീദ് ഉറക്കെ പറഞ്ഞു? ഞാനൊരു പാട്ട് പാടാൻ പോവാം. ഇവിടെ കൊയറുകാർ പാടുന്നതിന് മുമ്പേ 1 2 3 ഇങ്ങനെ പറഞ്ഞ് പാടുന്നത് പോലെയാണോ ദാവീദ് പാടിയത്? 56-ാം സങ്കീർത്തനം പുറമെ തുപ്പലൊലിപ്പിച്ചുകൊണ്ട് ഭ്രാന്തനായിട്ട് അഭിനയിക്കുക. അവൻ ഹൃദയത്തിലാണ് പാടിയത്. മനുഷ്യൻ്റെ നിരൂപണം പോലും ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവം. ഏതായാലും ഈ വർഷം ദൈവം നമ്മളെ ഉണർത്തേണ്ട ഒരു വർഷമാണ്. നമ്മളൊരു ഉണർത്തുപാട്ട് കേൾക്കേണ്ടവരാണ്. നമ്മൾ ഈ കർത്താവിനെ ഉൾക്കൊണ്ടവരാണ്. ആത്മാവിൻ്റെ അത്യന്ത ശക്തിയിൽ അത് ആരംഭിക്കണം. ഇന്ത്യ ലോകം മുഴുവൻ ഒരു ഉണർവുണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, അതിനൊരു സംശയവുമില്ല, ഒരു ഉണർവുണ്ടാകും. കാരണം ഇതിനു മുമ്പിൽ വരാൻ പോകുന്ന പീഡനങ്ങളെ അതിനെ അതിജീവിക്കണമെന്ന് വരികിൽ ഒരു ഉണർവിൻ്റെ കാറ്റ് ഈ ലോകത്ത് വീശണം. അത് നമ്മുടെ മഹായിടവകയിൽ നിന്നാകട്ടെ. ആ ഉണർവിൻ്റെ കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആത്മാവിൽ നിറഞ്ഞ് അവനെ ആരാധിക്കുമ്പോൾ അതിന് ദൈവപ്രസാദമുള്ളതായിട്ട് അവൻ്റെ തേജസ് നമ്മളുടെ മധ്യത്തിലേക്ക് ഇറങ്ങുന്ന ഒരവസരമായി മാറട്ടെ. എല്ലാ കണ്ണുകളും നമുക്ക് അടയ്ക്കാം. ഒരു നിമിഷം നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങളുടെ ഈ പകലിൽ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയം ശോചനത്താൽ കവിയട്ടെ. ഞങ്ങളുടെ ഹൃദയ രാജാവിന് വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് പറയുവാൻ ഞങ്ങളുടെ അതിരുകളെ തൊരുക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ അതിനായി രൂപാന്തരപ്പെടുത്തണമേ. നിന്റെ അത്യന്ത ശക്തി, നിന്റെ ആത്മാവിന്റെ നിറവ് ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഒരു പുതിയ കൃപയോടെ, പുതിയ ശക്തിയോടെ ഞങ്ങളാകട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട് ഒന്ന് പ്രാർത്ഥനയിൽ നമ്മുടെ ജോർജ് വി ചന്ദ്രൻ അച്ഛൻ മുന്നോട്ട് കടന്നു വന്ന് എന്നെ സഹായിക്കണം. അച്ഛൻ വന്നാട്ടെ. ജോർജ് വി ചന്ദ്രൻ അച്ഛൻ പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയിലായിക്കാട്ടെ. ഈ വർഷം നമുക്ക് ആത്മാവിൽ നിന്നും നിറയണം. അത് പുതുക്കപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകണം. എല്ലാവരും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങൾ നിനക്ക് മഹത്വം കരേറ്റുന്നു. ഹല്ലേലൂയ. നിന്റെ അത്യന്ത ശക്തി, നിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഞങ്ങളൊന്ന് നിറഞ്ഞു കവിയട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലയോട് മുടക്കാം. ഈ മധ്യാഹ്ന സമയത്ത് തോമസ് വർഗീസ് സാറിലൂടെ ദൈവം നമ്മോട് ഹൃദ്യമായി ഇടപെടുകയായിരുന്നു, സംസാരിക്കുകയായിരുന്നു. എന്താണ് ആരാധന? എപ്രകാരമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ മകനെ അർപ്പിക്കുവാൻ അദ്ദേഹം കാണിച്ച വലിയ ത്യാഗത്തിലൂടെ
ആരാധന മഹത്വത്തെ നാം തിരിച്ചറിയുകയാണ്. ദൈവസ്ഥലം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ മഹാടവയും അധ്യക്ഷനെയും ഈ കൺവെൻഷൻ്റെ എല്ലാ ക്രമീകരണങ്ങളും തുടർന്നുള്ള ആവശ്യങ്ങളെയും ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നാം കേട്ട വചനത്തിനുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിൻ്റെ ഉച്ചസമയത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് അവിടുത്തെ അഭിഷേകത്തിലൂടെ ഞങ്ങളോട് അവിടുത്തെ ഹൃദ്യമായി ഇടപെട്ടല്ലോ കർത്താവേ. പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 വർഷക്കാലം ശാരീരമായ ക്ഷീണത്തിൻ്റെയും പ്രയാസ നടുവിൽ കർത്താവേ, ദിനമകൻ അതേ ആ സമയങ്ങളൊക്കെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമഹത്തിന് വേണ്ടി ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഇന്ന് കർത്താവെ അതിന് അനുഗ്രഹമായ ദൂത് കർത്താവെ നിന്റെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച വലിയ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ആരാധനയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഹല്ലേലൂയ ദിനംതോറും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സംസാരിച്ച ഞങ്ങളുടെ ദാസനെ പുള്ളിയുടെ ബലപ്പെടുത്തണമേ. നിന്റെ മകൻ ചെയ്യുന്ന ശുശ്രൂഷകളെ, സേവനങ്ങളെ, ആതുര സേവന പ്രവർത്തനങ്ങളെ പുള്ളിയുടെ മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സോടെ ബലത്തോടുകൂടെ ദൈവകൃപയിലായി ഞങ്ങളുടെ ദാസനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ ഈ കൺവെൻഷൻ യോഗം നേതൃത്വത്തിനുള്ള ഞങ്ങളുടെ അഭിനന്ദ തിരുവേദിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഓഫീസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൺവെൻഷൻ വിവിധങ്ങളായ ചുമതല വഹിക്കുന്ന കൺവീനേഴ്സിന് വേണ്ടി, ഗായക സംഘത്തിന് വേണ്ടി, ചുമതല വഹിക്കുന്ന എല്ലാ പ്രേമക്കൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇതുപോലെ കാലം ഞങ്ങൾ ഇടവേദനായി സ്തോത്രം വനപ്രകാരം ജീവിപ്പാൻ അവിടെ ഞങ്ങൾ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവൻ തന്നെ ഒരു ആരാധനയായി തീരുവാൻ ദിനംതോറും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈസ്റ്റർ മഹാടയിലുള്ള 9 സഭാചാര്യകളെ ഓർക്കുന്നു. കർത്താവെ, എല്ലാ വൈദികർക്ക് വേണ്ടിയും മിഷണർമാർക്ക് വേണ്ടി, സമ്മേളനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലും അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. സകലതുമായി മഹത്വം എടുക്കണമേ. പ്രാർത്ഥന കഴിക്കാൻ സ്തോത്രം കേട്ടവനെ ജീവിപ്പിന് പ്രാപ്തിപ്പെടുത്തണമേ. യേശു ചെയ്യാമെന്ന് പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കണമേ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.